വേദിയിലും സദസ്സിലുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങൾ, എനിക്ക് ഏറ്റവും പ്രിയമുള്ള എൻ്റെ സഹോദരന്മാർ, ബന്ധുജനങ്ങൾ, ഗുരുജനങ്ങൾ, സാദാത്യങ്ങൾ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഇത്രയും വലിയ നിറഞ്ഞ ഒരു സദസ്സിന് മുന്നിൽ ഈ ദിവസം ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് തങ്ങളുടെ ഓർമ്മ ദിവസം പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ ഒരു അംഗീകാരമായിട്ട്, ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ ചെറിയ ഒരു പ്രഭാഷണം എന്ന നിലയിൽ നിങ്ങളോട് ഉള്ള എൻ്റെ സംവാദനത്തിന് ഞാൻ കൊടുത്തിട്ടുള്ള തലക്കെട്ട്, ഇവിടുത്തെ മാലയിൽ നിന്നുള്ള ഒരു ചെറിയ വരി അതിനകത്തുണ്ട്. മണ്ണും പൊന്നും ഒന്നായി കണ്ടവർ. അത് വളരെ യാദൃച്ഛികമായി എന്നിലേക്ക് വന്നിട്ടുള്ള ഒരു വരിയാണ്. ഞാൻ അതിനെക്കുറിച്ചായിരുന്നില്ല വായിച്ചുകൊണ്ടിരുന്നത്. മറ്റൊരു കാവ്യം, ഒരു അറബിയിൽ അതിന് ഉർജൂസ എന്നാണ്, ലോങ് പോയം എന്നൊക്കെയാണ് പറയാറുണ്ടായിരുന്നത്. അത് ഫത്തുൽ മുബീൻ എന്ന് പറഞ്ഞൊരു കാവ്യമാണ്. മറ്റൊരാവശ്യത്തിൻ്റെ ഭാഗമായി ഫത്തുൽ മുബീൻ ചാലിയത്തെ കോട്ട 1571 പോർച്ചുഗീസുകാർക്ക് ഈ വളരെ ചുരുക്കം ചില തോൽവികൾ മാത്രമേ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അത്തരത്തിൽ മലബാർ തീരത്ത് നിന്ന് ഒരുപക്ഷെ ആദ്യം പോർച്ചുഗീസുകാർ നേരിട്ടിട്ടുള്ള ഒരു തോൽവിയായിരുന്നു ചാലിയത്തെ തോൽവി. ചാലിയത്തൊരു കോട്ട കെട്ടിയിരുന്നു. ആ കോട്ട അവർക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഒരു കോട്ട പോലും അവരുടേതായി, അവരാക്രമിച്ചു കീഴ്പ്പെടുത്തി ഉണ്ടാക്കിയതായി മലബാർ തീരത്തില്ല എന്നുകൂടെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. മലബാറിനടുത്തുള്ള മറ്റെല്ലാ സ്ഥലങ്ങളിലും, അത് സിന്ദാപൂർ എന്നറിയപ്പെടുന്ന ഗോവയിലാണെങ്കിലും ഏതനിലാണെങ്കിലും ശ്രീലങ്കയിലെ വടക്കും തെക്കുമുള്ള പ്രദേശങ്ങളിലാണെങ്കിലും ഒക്കെ പോർച്ചുഗീസുകാർക്ക് കോട്ടയും കൊത്തളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതൊക്കെ കീഴ്പ്പെടുത്തി സജ്ജമായി കീഴ്പ്പെടുത്തിയെടുത്ത കോട്ട കൊത്തളങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ മലബാറിൽ പോർച്ചുഗീസുകാർക്ക് ഒരടി പോലും ഭൂമി ആയുധത്തിൻ്റെ പിൻബലത്തിൽ സ്വന്തമാക്കിയെടുക്കാൻ കഴിയുന്നില്ല. ഒരു അരത്തെളിവായിട്ട് പറയുന്ന ഈ ചാലിയത്തെ കോട്ട എന്ത് നിലയ്ക്കാണ് അവസാനിച്ചു പോയത് എന്നുള്ളതും നമുക്കറിയാം. അതിനെ സംബന്ധിച്ചിട്ടുള്ള കാവ്യം വായിക്കുമ്പോൾ ആ കാവ്യത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, കളി മുഹമ്മദ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കാവ്യം എഴുതുക എന്നുള്ളത്, കാവ്യം അല്ലാതുള്ള ഗദ്യത്തിൽ എഴുതപ്പെടുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ കാവ്യം എഴുതുക, ബൈത്തുകളാക്കി ചമയ്ക്കുക എന്ന് പറയുന്നത് വെള്ളിയെ സ്വർണമാക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത്. അപ്പം കവികളുടെ ഭാവനയ്ക്കകത്ത് സ്വർണ്ണമാകുക, അല്ലെങ്കിൽ സ്വർണ്ണം എന്ന് പറയുന്നത് അത്യന്തം പ്രധാനപ്പെട്ട ഗുണത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ഭൗതിക വസ്തു എന്ന നിലയിൽ കാണപ്പെടുന്ന ഒന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു തീവണ്ടി യാത്രയിൽ ഇവിടുത്തെ മാല, നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന മാലകൾക്കിടയിൽ ഈ ഒരു വരി എന്നെ സ്വാധീനിച്ചത്. അത് ഇവിടുത്തെ തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, തങ്ങൾ മണ്ണും പൊന്നും ഒന്നായി കണ്ട ആളാണ് എന്ന് പറയുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്യന്തം പ്രധാനപ്പെട്ടതാണ്. ഞാൻ അത് കൊണ്ട് ആ ഒരു ബൈത്തിനെ സംബന്ധിച്ച് ആലോചിക്കാം. അങ്ങനെയുള്ള ആലോചനകളുണ്ട്. ചില കാവ്യ സരസ്സുകളിലൊക്കെ 2-3 വരികൾ അല്ലെങ്കിൽ ഒരു ശ്ലോകം തന്നെ ആയിരിക്കാം അനേകം രാത്രികളിലേക്ക് വ്യാഖ്യാനിച്ചു പോകുന്ന ഒരു വലിയ പാരമ്പര്യം ലോകത്തെല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. ആ നിലയ്ക്കൊന്നല്ലെങ്കിലും ഈ രണ്ട് വാക്കുകൾ ഒന്നായി നിൽക്കുന്നു എന്നുള്ള ഒരു തരം ആദർശം, ആ ആദർശം മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു അദ്ദേഹമായിരുന്നു ഈ മഹാൻ എന്ന തരത്തിലുള്ള ഒരാലോചന. അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വരാനുള്ള കാരണമെന്ന് ഞാൻ ആലോചിക്കുകയുണ്ടായി.
അപ്പോൾ അതിലേക്ക് നമുക്ക് വരുമ്പോഴാണ് മമ്പറം കാലെന്ന് പറയുന്ന ഒരു പ്രയോഗം കൂടെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ ഇലിയാസ് മാഷ് ഇവിടെ സൂചിപ്പിച്ച മമ്പറം കുതബുസമാൻ അലവി തങ്ങളുടെയും ഫസൽ പൂക്കോയ തങ്ങളുടെയും കാലത്തെ ഒരുമിച്ചാണ് ഞാൻ ഈ മമ്പറം കാലം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആ കാലത്തിനെ നമുക്കറിയാവുന്ന കലണ്ടർ വർഷങ്ങളിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് 1770 മുതൽ 1884 വരെയൊക്കെയുള്ള സമയമാണ്. ഈ സമയം അത്യന്തം പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നീട് ഈ സംവാദനത്തിലെ മറ്റൊരു വിഷയം തൊഴിൽ മാപ്പിളമാർ എന്ന ഒരു സങ്കല്പമാണ്. അത് നമുക്ക് നിങ്ങളുമായിട്ടുള്ള നമ്മളുടെ ഈ ചർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എനിക്കത് വിശദീകരിക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാനൊന്ന് മറ്റൊരു യാത്ര, നേരത്തെ ഇലിയാസ് മാഷ് നിരന്തരമായ യാത്രകളെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു ചെറിയ യാത്രയെക്കുറിച്ച് പറയാം. ഇത് ഈ നിലയ്ക്കുള്ള ആളുകൾ നടത്തിയ യാത്രയല്ല, മറിച്ച് 1850 കനോലി കളക്ടറാണ് മലബാറിൽ. കനോലി കളക്ടറാവുന്ന സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകൂടം നിരന്തരമായി പല കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിലവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് ഈ വിഷജ്വരം എന്ന അക്കാലത്ത് അറിയപ്പെടുന്ന മലേറിയ പിടിച്ച് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണപ്രദേശങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ, പട്ടാളക്കാർ, നാട്ടുകാർ, ഉദ്യോഗസ്ഥർ ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രോഗത്തിന് കാരണം എന്താണെന്നറിയില്ല, ഈ രോഗത്തിന് ചികിത്സ എന്താണെന്നറിയില്ല. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് സിങ്കോണ ബാർക്ക് എന്ന് പറയുന്ന സിങ്കോണ മരത്തിൻ്റെ ഈ തൊലി അടർത്തിയെടുത്ത് അതിനകത്തുനിന്ന് ക്യുനൈൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ടാക്കാം. ആ മരുന്ന് രസകരമായ കാര്യമുണ്ട്. ആ സമയത്ത് ഈ രോഗം വരുന്നത് എങ്ങനെയാണ്, ഈ വിഷജ്വരം വരുന്നത് എങ്ങനെയാണ് എന്ന് അക്കാലത്തെ ആധുനികമെന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന, യൂറോപ്യൻ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന, ശാസ്ത്രീയമെന്ന് നമ്മൾ ഇന്ന് പേരെടുത്ത് പറയുന്ന തരം വൈദ്യാലോചനകളിൽ ഈ രോഗം ഉണ്ടാവുന്നത് ഇന്ത്യ പോലെയുള്ള പ്രദേശങ്ങൾ, മലബാർ പോലെയുള്ള പ്രദേശങ്ങളിലെ സ്വാമ്പുകളിൽ നിന്നാണ്. ചതുപ്പുകളിൽ നിന്ന് സസ്യവസ്തുക്കൾ, സസ്യഭാഗങ്ങൾ അഴുകി അതിൻ്റെ ഗന്ധം ആകാശത്തിൽ അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ കലരുകയും അത് ശ്വസിച്ചിട്ടാണ് ഈ മലേറിയ ഉണ്ടാവുന്നത് എന്നായിരുന്നു അക്കാലത്തെ ധാരണ. മലേറിയൽ സ്വാമ്പുകൾ എന്ന് അവർ ഈ പ്രദേശത്തെ ഈ ചതുപ്പ് നിലങ്ങളെ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഈ സിങ്കോണ ബാർക്ക് അന്വേഷിച്ചുള്ള ഒരു സഞ്ചാരത്തിനിടയിൽ അക്കാലത്ത് ഒരു പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹ്യൂഗ് ക്ലെഗ്ഹോൺ മലബാറിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു. ഇദ്ദേഹമാണ് ഈ വനങ്ങൾക്ക് കാലാവസ്ഥ നിർണ്ണയനത്തിൽ നിർണായകമായ പങ്കുണ്ട്, കാലാവസ്ഥ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് പങ്കുണ്ട് എന്നൊക്കെ ആദ്യം ആലോചിച്ച് വരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഹ്യൂഗ് ക്ലെഗ്ഹോൺ. അദ്ദേഹം ഈ ചാലിയാർ പുഴയിലൂടെ 1855 ഒരു സഞ്ചാരം സംഘടിപ്പിക്കുന്നുണ്ട്. കാരണം ചാലിയാർ പുഴയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മുമ്പ് TH ബാബർ എന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ചതിൻ്റെ റിപ്പോർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ചാലിയാർ പുഴയിലൂടെ കിഴക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീലഗിരിയിലെത്താം, നീലഗിരി വഴി നിങ്ങൾക്ക് കോയമ്പത്തൂരെത്താം. അങ്ങനെ അതിവിപുലമായിട്ടുള്ള വളരെ മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്ന സഞ്ചാരത്തിൻ്റെ ഒരു പാത ഈ നദിയിലൂടെ ഉണ്ടായിരുന്നുവെന്ന് ബാബർ പറയുന്നുണ്ട്. ബാബർക്ക് ശേഷം ക്ലെഗ്ഹോണും സഞ്ചരിക്കുന്നുണ്ട്. കാലം 1855. വലിയ തരത്തിൽ ആയുധ നിയമം നിലനിൽക്കുന്ന കാലമാണ്. ആയുധ കത്തി എന്ന് പറയുന്ന ഒരു കത്തി ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അത് മലപ്പുറം കത്തിയാണ് എന്നും അത് ആ ആയുധത്തെ നിയമം കൊണ്ട് നിരോധിച്ച അതേ കളക്ടറുടെ 24 മണിക്കൂറും പാറാവുള്ള ഔദ്യോഗിക വസതിയിൽ അതേ ആയുധം കൊണ്ട് കൊല്ലപ്പെടുന്നു. അതും ഒരു സെപ്റ്റംബർ 11 എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു കൗതുകമാണ് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കളക്ടർ നിലനിൽക്കുന്ന സമയത്താണ് ക്ലെഗ്ഹോൺ സഞ്ചരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ തോണിയെടുത്ത് സഞ്ചരിക്കുന്നു. മമ്പാട് വരെ ആ പുഴയിലൂടെ യാത്ര ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ബോട്ട് വലിക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവർ ഖലാസിമാരാണ്, മാപ്പിളമാരാണ്. അങ്ങനെ ബോട്ട് വലിക്കുമ്പം പാട്ട് പാടുന്നുണ്ട്. അവർ യാത്ര ചെയ്തു പോകുമ്പോൾ നിലമ്പൂർ തിരുമുൽപ്പാടിൻ്റെ ജന്മാവകാശമുള്ള പ്രദേശങ്ങളിലെത്തിയപ്പം ക്ലെഗ്ഹോൺ ഒരു കാഴ്ച കാണുകയാണ്. തൻ്റെ ലോകം മുഴുവനുള്ള യാത്രയിൽ മറ്റെവിടെയും ഈ നിലയ്ക്ക് കാണാത്ത ഒരു വൃക്ഷം, ഒരു ചെടി വ്യാപകമായി ഈ പ്രദേശങ്ങളിൽ പുഴയുടെ 2 ഭാഗവും പടർന്ന് പന്തലിച്ച് നിലനിൽക്കുന്നു. അത് നമ്മൾ ചപ്പങ്ങം എന്നും
മറ്റു ചില പ്രദേശങ്ങളിൽ പതിമുഖം എന്നുമൊക്കെ വിളിക്കുന്ന കൈസാൽപീനിയ സപ്പാൻ എന്ന് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ വസ്ത്രം ചായം മുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നിറം അതിനകത്ത് നിന്ന് എടുക്കുന്ന ചപ്പങ്ങ വൃക്ഷങ്ങളാണ്. നിറച്ചും ചപ്പങ്ങ വൃക്ഷങ്ങളുണ്ട്. ഇതുപോലെ ഞാൻ എവിടെയും ചപ്പങ്ങ വൃക്ഷങ്ങൾ കണ്ടിട്ടില്ല എന്ന് ക്ലഖോൺ എഴുതുന്നുണ്ട്. ക്ലഖോൺ തൻ്റെ ബോട്ട് വലിക്കാരായിട്ടുള്ള മാപ്പിളമാരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ ഇങ്ങനെ ഇത്രയധികം ചപ്പങ്ങ മരങ്ങൾ കാണാനുള്ള കാരണം? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ചപ്പങ്ങ മരം ഞങ്ങൾ തന്നെ കുഴിച്ചിടുന്നതാണ്. ഇതിന് പ്രത്യേക നനയോ വളപ്രയോഗമോ മറ്റ് ശുശ്രൂഷകളോ ഒന്നും ആവശ്യമില്ല. മൃഗങ്ങളൊന്നും തന്നെ ഈ മരത്തെ ഭക്ഷിച്ച് കളയുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ നിലമ്പൂർ തിരുമുൽപ്പാടിൻ്റെ കുടിയാന്മാരായി, പാട്ടക്കുടിയാന്മാരായി, വിവിധതരം കാണക്കാരായി ഞങ്ങൾക്ക് ഈ ഭൂമി ലഭിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഈ ലഭിച്ച ഭൂമിയിൽ ആകമാനം തന്നെ ഞങ്ങൾ ഈ ചപ്പങ്ങത്തിൻ്റെ വിത്തുകൾ വിതറിയിടും. അത് ഞങ്ങളുടെ മക്കൾ വളരുന്നതിനോടൊപ്പം തന്നെ ഈ വിത്തുകൾ വൃക്ഷങ്ങളായിട്ട് വളരുകയും ഏതാണ്ട് ഞങ്ങളുടെ പറമ്പുകളൊക്കെ തന്നെ വനസമാനമായ രീതിയിൽ അത് മാറ്റിക്കളയും എന്ന് മാപ്പിളമാർ പറയുന്നുണ്ട്. അത് നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ഈ നാടുകളിലൊക്കെ സഞ്ചരിക്കും പറയുന്നത് ഇവിടെയൊക്കെ കാടുകളാണ് എന്നാണ് പറയുന്നത്. രസകരമായ ബ്യൂക്കാനൻ്റെ കാലം മുതൽക്ക് തന്നെ ഇതുവഴിയൊക്കെയുള്ള സഞ്ചാരത്തിനകത്ത് അവർ പറയുന്നത് ഇവിടെയൊക്കെ കാടുകളാണ്, പക്ഷേ മനസ്സിലാക്കാത്തൊരു കാര്യം ഈ കാട്ടിനകത്ത് മനുഷ്യർ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇന്തോനേഷ്യയിലെ സമാനമായിട്ടുള്ള ഈ കൃഷിക്കളങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ, അന്ന സ്റ്റോളറെ പോലുള്ള ആളുകൾ പറയുന്നത് നമ്മുടെ ഈ പറമ്പ് കൃഷിക്ക് യഥാർത്ഥത്തിൽ വലിയൊരു വനത്തിൻ്റെ രൂപത്തെ അനുകരിക്കാനുള്ള കഴിവുണ്ട്. ഒരു മൾട്ടി ടയേർഡ് കാനോപ്പി ഫോറസ്റ്റ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമ്മളുടെ നെല്ലിക്കുത്തിലെയും ഈ പറയുന്ന കൊണ്ടോട്ടിയിലെയും മഞ്ചേരിയിലെയും പാണ്ടിക്കാട്ടെയും ചേറ്റൂരിലെയും ഒക്കെ പറമ്പുകൾ സ്ഥിതി ചെയ്യുന്നത്. അത് വിദൂരദർശിയായിട്ടുള്ള ഒരാൾക്ക്, വിദൂരത്തിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കാടാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത് മുഴുവൻ കാടാണ് എന്നും അവിടെ ജീവിക്കുന്ന മാപ്പിളമാർ ജംഗിൾ മാപ്പിളമാരാണ് എന്നും ജോയിൻറ്റ് കമ്മീഷൻ്റെ കാലം മുതൽക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ജംഗിൾ മാപ്പിളമാരെ വലിയ ഭയമായിരുന്നു. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. അപ്പോൾ ക്ലഖോൺ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ വനസമാനമായ രീതിയിൽ നിങ്ങൾ ഈ മരങ്ങൾ വളർത്തിക്കൂട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഞങ്ങളിത് വളർത്തിക്കൂട്ടുമ്പോൾ, ഇങ്ങനെ ഞങ്ങൾ ഈ പറമ്പിൽ വളർത്തിക്കൂട്ടുമ്പോൾ ഞങ്ങളെ കുടിയിറക്കാൻ വേണ്ടി ഞങ്ങളുടെ ജന്മിയായിട്ടുള്ള നിലമ്പൂർ തിരുമുൽപ്പാടോ മറ്റ് ജന്മിമാരോ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഈ കുടിയായ്മ ഭൂമിയിൽ നട്ട് നനച്ചുണ്ടാക്കിയിട്ടുള്ള നാലുഭയങ്ങൾ, കുഴിക്കൂർ ചമയങ്ങൾ, ഇവർക്കെല്ലാം കോമ്പൻസേഷൻ അല്ലെങ്കിൽ നേർവില തന്നുകൊണ്ട് മാത്രമേ ഞങ്ങളെ കുടിയിറക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്താ, അപ്പം അത്രയും പറഞ്ഞിട്ട് ക്ലഖോണിൻ്റെ വിവരണം നിർത്തുകയാണ്. ക്ലഖോണിൻ്റെ മാപ്പിളമാർ, ബോട്ട് പുള്ളേഴ്സായിട്ടുള്ള മാപ്പിളമാർ നൽകുന്ന വിശദീകരണം നിൽക്കുകയാണ്. പിന്നീട് ക്ലഖോൺ ആലോചിക്കുന്നുണ്ട്. ക്ലഖോൺ തൻ്റെ സുഹൃത്തായിട്ടുള്ള, പിൽക്കാലത്ത് തൻ്റെ സുഹൃത്തായിട്ട് മാറിയിട്ടുള്ള വില്യം ലോഗൻ എഴുതുന്ന കത്തുകളുണ്ട്. അതിനകത്ത് ക്ലഖോൺ ആലോചിക്കുന്നുണ്ട്, ഒരു പക്ഷേ ഇതായിരിക്കാം മലബാറിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1766 ഹൈദരുടെ പട കോഴിക്കോട് വരെ വരുന്നത്. അതിനുശേഷം ഹൈദർ വീണ്ടും വരുന്നുണ്ട് മലബാറിലേക്ക്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ടിപ്പു വരുന്നുണ്ട്. ടിപ്പു മലബാറിനെ അദ്ദേഹത്തിൻ്റെ ഖുദാദാദി സൽത്തനത്തിൻ്റെ ഭാഗമായി മാറ്റുന്നുണ്ട്. മലബാർ പയൻഘാട്ട് എന്ന പേരും കൊടുക്കുന്നുണ്ട്. അനവധിയായിട്ടുള്ള യുദ്ധങ്ങൾ പലരുമായിട്ടും ടിപ്പുവിനും ഹൈദറിനും നടത്തേണ്ടി വന്നിട്ടുണ്ട്. മൈസൂറിലെ പട്ടാളക്കാർ തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ യുദ്ധം നടന്നിട്ടും ഈ പ്രദേശങ്ങളിൽ അനേകമായിട്ടുള്ള കലാപകാലങ്ങളിലൂടെ ഈ പ്രദേശമൊക്കെ കടന്നുപോയിട്ടും ഒരിഞ്ച് ഭൂമി പോലും ഇവിടെ കൃഷി ചെയ്യാതെ ഇരിക്കുന്നില്ല എന്ന് ലോഗൻ 1884 തൻ്റെ അന്വേഷണങ്ങൾ ആരംഭിക്കുമ്പോൾ ലോഗൻ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ലോഗനോട് ക്ലഖോൺ പിന്നീട് പറയുന്നുണ്ട്, ഇങ്ങനെ ഈ ഭൂമി ഈ കലക്കകാലങ്ങളെയൊക്കെ അതിജീവിച്ച് എല്ലായിടങ്ങളിലും വിപുലമായ കൃഷിയുടെ സാന്നിധ്യം ഉണ്ടാവാനുള്ള കാരണം ഒരു പക്ഷേ ഈ കുടിയാൻ, അത് കാണക്കുടിയാനായിട്ടും വെറുമ്പാട്ട കുടിയാനായിട്ടും ഒക്കെ കുടിയായ്മയ്ക്കകത്ത് നട്ട് നനച്ചുണ്ടാക്കുന്ന ഈ വൃക്ഷങ്ങളൊക്കെ തന്നെ കുടിയിറക്കുന്നതിനെതിരായിട്ടുള്ള ഒരു ബാരിക്കേഡായി പ്രവർത്തിക്കുന്നത് കൊണ്ടായിരിക്കാം. 10 തെങ്ങുകൾ നട്ട് നനച്ചുണ്ടാക്കിയ ഒരാളെ കുടിയിറക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് 100 തെങ്ങ് ഉണ്ടാക്കിയിട്ടുള്ള, 100 വള്ളി ഉണ്ടാക്കിയിട്ടുള്ള, 100 പ്ലാവ് ഉണ്ടാക്കിയിട്ടുള്ള, ഇതിനെയാണ് നമ്മൾ 4 ഉഭയങ്ങളെന്ന് വിളിക്കുക.
ഏതൊക്കെ ഉഭയങ്ങൾക്ക്, ഏതൊക്കെ നട്ടുനനച്ചുണ്ടാക്കുന്ന വൃക്ഷലതാദികൾക്ക് നഷ്ടപരിഹാരം നിങ്ങൾക്ക് ലഭ്യമാണ് എന്നതിനെ സംബന്ധിച്ച് അനവധിയായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റർമാരിൽ, ആദ്യകാല അഡ്മിനിസ്ട്രേറ്റർമാരിൽ ഒരാളായിട്ടുള്ള അലക്സാണ്ടർ വാക്കർ പറയുന്നത്, നിങ്ങളുടെ പറമ്പിലുണ്ടാക്കിയിട്ടുള്ള വാഴയ്ക്കടക്കം, മുളവൃക്ഷത്തിനടക്കം നിങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ജന്മി ബാധ്യസ്ഥനാണ് കുടിയിറക്കുമ്പോൾ എന്ന്. അങ്ങനെ വരുമ്പോൾ ഓരോ ഇഞ്ചിൽ വിനിയോഗിക്കപ്പെടുന്ന അധ്വാനവും ഓരോ ഇഞ്ചിൽ നട്ടുനനച്ചുണ്ടാക്കുന്ന വൃക്ഷങ്ങളും തങ്ങളെ കുടിയിറക്കാനുള്ള ശ്രമത്തിനെതിരായിട്ടുള്ള ഏറ്റവും പ്ലീബിയനായ, ഏറ്റവും സാധാരണമായ ഒരു ചെറുത്തുനിൽപ്പായി, ഒരു റെസിസ്റ്റൻസായി മാറുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്രയധികം കലക്കവും കലാപവും ഉണ്ടായിട്ടും ഈ പ്രദേശമാകമാനം തന്നെ പൂർണ്ണമായി കൃഷി ചെയ്യപ്പെട്ട തരത്ത് 1871 മുമ്പ് മലബാർ ജില്ലയിൽ ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. ഇതേ കാലത്തായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ കാലത്തായിരുന്നു ദക്ഷിണേന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ കറ്റസ്ട്രോഫിക്കായി വലിയ തരത്തിലുള്ള ജനസംഖ്യാ ശോഷണത്തിന് കാരണമാകുന്ന തരം ക്ഷാമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഗ്രാമാന്തരങ്ങൾ ഒഴിച്ചു നിർത്തിക്കൊണ്ട് വീടുകളിലെ വെളിച്ചം കെടുത്തിക്കളഞ്ഞുകൊണ്ട്, അതിനെയാണ് ബേച്ചിരാഗി എന്ന് വിളിക്കുന്നത്. ആളുകൾ അന്വേഷിച്ച് പോകുമ്പോൾ വെളിച്ചത്തിൻ്റെ സാന്നിധ്യം പോലും ഇല്ലാത്ത രാത്രികളിലാണ് അന്വേഷിച്ച് പോവുക. കാനാഷുമാരി കണക്കെടുക്കുന്നത് പണ്ട് പകലല്ല, രാത്രിയാണ്. കാരണം രാത്രിയിലാണ് വീട്ടിൽ ആളുണ്ടോ എന്ന് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ അന്വേഷകർ പോകുമ്പോൾ ഒരു വെളിച്ചം പോലും ഇല്ലാത്ത ഗ്രാമാന്തരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നുണ്ട് എങ്കിൽ മലബാറിൽ ഈ കടുത്ത കലാപത്തിൻ്റെ കാലത്ത് പോലും എല്ലാ ഗ്രാമങ്ങളിലും ആളുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഈ കമ്പനിയുടെ സൈന്യാധിപന്മാർ, മേനോന്മാർ, കോൽക്കാർ ആരൊക്കെയാണ്, അവരെങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയിക്കാനുള്ള ഹരക്കര എന്നറിയപ്പെടുന്ന സംവിധാനം പോലും അക്കാലത്തെ കലാപകാരികളെന്ന് പറയുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മഞ്ചേരി അത്തംകുരുക്കൾ, ചെമ്പംപോക്കർ, ഇവർക്കൊക്കെ ഇവരുടെ കൊട്ടാരങ്ങളിൽ കൊട്ടാര സദൃശ്യമായിട്ടുള്ള, ചെർപ്പുളശ്ശേരിയിൽ കൊട്ടാര സദൃശ്യമായിട്ടുള്ള ഒരു ഭവനം ഉണ്ടായിരുന്നെന്നും അവിടെ ഹരക്കരന്മാരായിട്ടുള്ള മെസ്സഞ്ചേഴ്സ് ഉണ്ടായിരുന്നുവെന്നും അവിടുത്തെ ഉത്തരവുകൾ വിളംബരം ചെയ്യാൻ വേണ്ടി നഗാരയടിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നുവെന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് അങ്ങനെയുള്ള സാന്നിധ്യം ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പറയാനുള്ള പ്രധാനപ്പെട്ട പോയിന്റിലൊന്ന്, ഈ നിലയ്ക്ക് അധ്വാനത്തിൻ്റെ മനുഷ്യാധ്വാനത്തിൻ്റെ ക്രമാനുഗതമായിട്ടുള്ള വിനിയോഗം, ആ മനുഷ്യാധ്വാനത്തിനെ ചൂഷണം ചെയ്യുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ കൂടി മാധ്യമമായിട്ട് അക്കാലത്തെ മനുഷ്യർ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളൊക്കെ കൃഷി ചെയ്യപ്പെട്ടതും, അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിലൊക്കെ മറ്റെല്ലാ മദ്രാസ് പ്രദേശങ്ങളിലും ക്ഷാമം ഒരു നിത്യപ്രതിഭാസമായി നിലനിൽക്കുമ്പോൾ മലബാറിൽ അത് നിലനിൽക്കാത്തത് അതുകൊണ്ട് കൂടിയിട്ടാണ്. അങ്ങനെ ഈ നിലയ്ക്കുള്ള വിനിയോഗത്തിൻ്റെ, ഈ നിലയ്ക്കുള്ള ഈ കുടിയൊഴിക്കലിനെതിരായിട്ടുള്ള, ജന്മിമാരുടെ പീഡനത്തിനെതിരായിട്ടുള്ള ഇങ്ങനെയുള്ള റെസിസ്റ്റൻസിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മണ്ണും പൊന്നും ഒന്നായി കാണുന്നവർ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള, വളരെ പ്രകടമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. ഈ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ലോകത്ത് സമ്പത്ത് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, സമ്പത്തിൻ്റെ ആധാരം എന്താണ്, എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാകുന്നത് എന്നുള്ള രണ്ട് ധാരണകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു വിഭാഗം വിശ്വസിച്ചിരുന്നത് സമ്പത്ത് എന്ന് നമ്മൾ മർക്കൻഡലിസം എന്നാണ് വിളിക്കുന്നത്. അവർ വിശ്വസിച്ചിരുന്നത് നിങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭണ്ഡാരത്തിൽ, അത് രാഷ്ട്രത്തിൻ്റെ ഭണ്ഡാരമാകാം, വീടിൻ്റെ ഭണ്ഡാരമാകാം, ആ ഭണ്ഡാരത്തിനകത്ത് ശേഖരിച്ചു വച്ചിരിക്കുന്ന പ്രഷ്യസ് മെറ്റൽസിൻ്റെ, പ്രത്യേകിച്ചും സ്വർണത്തിൻ്റെ, വെള്ളിയുടെ ശേഖരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യത്തിൻ്റെ, ഒരു വീടിൻ്റെ, ഒരു വ്യക്തിയുടെ സമ്പത്ത്, ഒരു വ്യക്തിയുടെ ധനപ്രഭുത്വം നിശ്ചയിക്കപ്പെടുന്നത് എന്നുള്ള ധാരണയായിരുന്നു. അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് കച്ചവടം. അങ്ങനെ കച്ചവടം സമ്പത്തിൻ്റെ വർധനയ്ക്കുള്ള മാർഗമാകുമ്പോൾ
വാങ്ങുമ്പോൾ അത് കുത്തക വിലയിൽ മാത്രമേ കച്ചവടം നടക്കുകയുള്ളൂ. കാരണം അത് യഥാർത്ഥ കച്ചവടത്തിൻ്റെ രീതിയിൽ നടക്കില്ല. ഇജാബും കബൂലും സമ്മതിച്ച് വില പറഞ്ഞുറപ്പിച്ച് നടത്തുന്ന കച്ചവടം അല്ല അത്. മറിച്ച് വില മുന്നേ തീരുമാനിക്കപ്പെട്ട് വാങ്ങുന്നവൻ വില തീരുമാനിക്കുന്ന കുത്തക കച്ചവടമാണ് മർക്കൻഡിലിസം എന്ന് പറയുക. അങ്ങനെയുള്ള വിലയ്ക്കാരും വിൽക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ അങ്ങനെ വിൽക്കാൻ തയ്യാറാകാതിരിക്കുന്ന ആളുകളെ പിടിച്ചടക്കുക, അവരുടെ അങ്ങാടികളെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അവരുടെ അങ്ങാടികളെ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മധ്യവർത്തികളെ അതിനുവേണ്ടി ഉപയോഗിക്കുക എന്നൊക്കെയാണ് മർക്കൻഡിലിസത്തിൻ്റെ കാലത്തുള്ള സമ്പത്തുൽപാദനത്തിൻ്റെ, സമ്പത്ത് നിലനിർത്തലിൻ്റെ രഹസ്യം. ഇതൊരു രീതിയാണ്. രണ്ടാമത്തെ രീതി എന്താണ്? അതിനെയാണ് നമ്മൾ പറയുന്നത്, അത് സാമ്പത്തിക ചരിത്രകാരന്മാർ പറയുന്നത് മർക്കൻഡിലിസത്തിൽ നിന്ന് ഗുണപരമായി വ്യത്യാസപ്പെട്ട ഒന്നാണ്. അതിൻ്റെ പേര് ഫിസിയോക്രസി എന്നാണ്. അത് ഫ്രാൻസിലാണ് കുറച്ചധികം കാലം അത് വ്യാപനത്തിലുണ്ടായിരുന്നത്. അതിൻ്റെ അന്തസത്യം എന്താണ്? അത് വിശ്വസിക്കുന്നത് സമ്പത്തിൻ്റെ അടിസ്ഥാനം ഭൂമിയാണ് എന്നുള്ളതാണ്. ഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ട്, ഭൂമിയിൽ അധ്വാനം വിനിയോഗിച്ചുകൊണ്ട്, കൃഷി ചെയ്തുകൊണ്ട്, കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതിൻ്റെ ഒരംശം തൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമായി സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങൾ ഉണ്ടായിക്കൊണ്ട് ആ സമ്പത്ത് ആളുകൾക്കിടയിൽ ഒരുപോലെയല്ല വിനിയോഗം ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ പിന്നീട് അവസാനം വരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അതിന് നീതിയുക്തമായ തരത്തിൽ മനുഷ്യർക്കിടയിൽ വിതരണം കൊണ്ടാണ് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും സമ്പത്ത് നിലനിർത്തപ്പെടുന്നതും. അതായത് സമ്പത്തിൻ്റെ അടിസ്ഥാനം ഭൂമിയാണ്, ഭൂമി അല്ലാതെ മറ്റൊരു അടിസ്ഥാനവുമില്ല എന്ന ധാരണയാണ് രണ്ടാമത്തെ വാദം. ഇത് ഫ്രാൻസിലാണ് ഇത് ആരംഭിക്കുന്നതെങ്കിലും ഫ്രാൻസിൽ ഇത് എന്താണ് ഫിസിയോക്രസിയുടെ ഇൻ്റലക്ച്വൽ റൂട്ട് എന്താണ്, സാംസ്കാരിക വിജ്ഞാനം എന്ന നിലയിൽ ഈ ധാരണ എങ്ങനെയാണ് ഫ്രാൻസിൽ ഉണ്ടായത് എന്ന ആളുകൾ അന്വേഷിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നത്, പണ്ഡിതന്മാർ പറയുന്നത് ഇത് ഫ്രാൻസിൽ ഉണ്ടായതല്ല, യഥാർത്ഥത്തിൽ ഇത് ഉണ്ടായത് ഓട്ടോമൻ, സഫാബിദ്, മുഗൾ എന്ന് വിളിക്കപ്പെടുന്ന 3 മധ്യകാല രാജവംശങ്ങൾ ഉണ്ടായിരുന്നു, മധ്യകാല രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ആ സംവിധാനങ്ങൾക്കകത്ത് നിലവിലുണ്ടായിരുന്ന മിലിറ്ററി ഫിസ്ക്കൽ എന്ന് അറിയപ്പെടുന്ന നികുതി പിരിവ് രീതിയുടെ ആശയടിത്തറയായിട്ടാണ് ഈ ഫിസിയോക്രസി എന്നുള്ള ആശയം ഉണ്ടാവുന്നത്. അത് പിന്നീട് യൂറോപ്പിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അത് യൂറോപ്പിൽ 18-ാം നൂറ്റാണ്ടിലെ രാജ്യങ്ങളുടെ അടിസ്ഥാനമായി കച്ചവട രാജ്യങ്ങൾക്ക് എതിരെയുള്ള ഒരു രാഷ്ട്രീയാശയമായി ശക്തിപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ മണ്ണും പൊന്നും ഒന്നായി കണ്ടവർ എന്ന് തങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ബൈത്തിനകത്ത് സംഗതമായിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് ഈ ആശയമാണ് എന്നാണ്. ഇത് അസംഭാവ്യമായ ഒന്നല്ല. കാരണം ബൈത്തുൽ ഫത്താറിനകത്ത് നമ്മൾ കാണുന്ന വിശദീകരണങ്ങൾ അത് ഇന്ത്യയെക്കുറിച്ചോ മലബാറിനെക്കുറിച്ചോ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ അത് പ്രാദേശികമായിട്ടുള്ള സ്വന്തം അയൽപക്കത്ത് മാത്രം നടക്കുന്ന തൊട്ടയൽപക്കത്തുള്ള വിശേഷങ്ങളെക്കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്. വിദൂരസ്ഥമായ സ്ഥലങ്ങളിൽ ഇന്ന് നടക്കുന്ന, നാളെ നടക്കാൻ സാധ്യതയുള്ള വസ്തുതകളെക്കുറിച്ച് പ്രവചന സ്വഭാവമുള്ള അറിവുകളാണ് നമുക്ക് തങ്ങളുടേതായിട്ട് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലയ്ക്കുള്ള ഒരു ബന്ധം മണ്ണിനെയും പൊന്നിനെയും ഒന്നായി കാണുക എന്ന് പറയുമ്പോൾ മണ്ണ് പൊന്ന് പോലെ തന്നെയാണെന്നും സമ്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരമാണ് മണ്ണ് എന്ന് വരികയും അതും അധ്വാനത്തിൻ്റെ വിനിയോഗത്തിൻ്റെ സ്ഥലമാണ് എന്ന് വരികയും അതിനുവേണ്ടി നമുക്ക് ഏതറ്റം വരെയും പോകാം. അതിൻ്റെ മുകളിൽ ഇതേ സമയം തന്നെയാണ് നമ്മളുടെ വെളിയങ്കോട് ഉമർ ഖാളി പറയുന്നത് ഈ ഭൂമിക്ക് മുകളിൽ നികുതി എടുക്കാനുള്ള അവകാശം സ്റ്റേറ്റിനില്ല, മറിച്ച് ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. എൻ്റെ ഓർമ്മയിൽ മലബാറിലാകെ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നികുതി നിഷേധത്തിൻ്റെ വളരെ യുണീക്കായിട്ടുള്ള മറ്റു ഉദാഹരണങ്ങളൊന്നും തന്നെ മലബാർ ഹിസ്റ്ററിയിൽ നമുക്കില്ല, മറിച്ച് അത് വെളിയങ്കോട് ഉമർ ഖാളിയിൽ നിന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒരു പക്ഷേ ഒന്ന്, അദ്ദേഹവും ഈ മണ്ണിനെ പൊന്നായി കരുതുകയും മണ്ണിനെ സമ്പത്തിൻ്റെ ആധാരമായി കാണുകയും അതിന് ദൈവത്തിന് മാത്രമാണ് അതിൻ്റെ ഉടമാവകാശം എന്ന് പ്രഖ്യാപിക്കുകയും അതിന് രാഷ്ട്രത്തിന് യാതൊരു തരത്തിലുള്ള പങ്കും
ഇല്ല എന്ന് പറയാൻ ചാങ്കുറപ്പ് കാണിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരിടത്തും മലബാർ കലാപത്തെക്കുറിച്ച്, മലബാർ വിപ്ലവത്തെക്കുറിച്ച്, നമ്മൾ 21 വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം പലരും പറയാറുണ്ട് അതിനകത്ത് നികുതി ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ രസകരമായൊരു റിഡിൽ, അല്ലെങ്കിൽ കൗതുകകരമായിട്ടുള്ള ഒരു റിഡിൽ, നികുതി കൊടുത്ത ആളുകളെ ആരെയും ഈ കലാപത്തിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. നികുതി കൊടുക്കാൻ യോഗ്യതയില്ലാത്ത, നികുതി കൊടുക്കാൻ യോഗ്യതയുള്ളത് അക്കാലത്ത് ജന്മികൾക്കാണ് എന്നും നികുതി കൊടുക്കാൻ യോഗ്യതയുള്ളത് പട്ടകൾ കൈവശപ്പെടുത്തി വെച്ചിട്ടുള്ള ആളുകൾക്കാണ് എന്നും ഈ അന്തമാനിലേക്ക് നാട് കടത്തപ്പെട്ട മനുഷ്യരും ഈ ഇംഗ്ലീഷ് ഗവൺമെൻറ്റിൻ്റെ നാട്ടുപട്ടാളത്തോടും വെള്ളപ്പട്ടാളത്തോടും ഗൂർഖ പട്ടാളത്തോടും യുദ്ധം ചെയ്ത മനുഷ്യരൊന്നും തന്നെ നികുതി കൊടുക്കാൻ പട്ടയുള്ള ജന്മികളായിരുന്നില്ല. അവർ കേവലം നാമം പോലും നമുക്ക് അറിയാത്ത മനുഷ്യർ മാത്രമായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് നികുതിക്കെതിരായിട്ടുള്ള ഒരു സമരത്തിൽ നികുതി കൊടുക്കാതിരുന്ന മനുഷ്യർ സമരത്തിൽ ഏർപ്പെടുകയും നികുതി കൊടുക്കുന്ന മനുഷ്യർ ഈ നികുതിക്കെതിരായിട്ടുള്ള സമരത്തിൽ ജയിലിലടയ്ക്കപ്പെട്ടവർക്കെതിരെ അല്ലെങ്കിൽ കുറ്റം ചാർത്തപ്പെട്ടവർക്കെതിരെ നീളെ നടന്ന് കള്ളസാക്ഷി പറഞ്ഞ് ഇവിടെ നാട് കടത്തുന്നതിന് ഒത്താശ ചെയ്ത് നിൽക്കുകയും ചെയ്തത് എന്നത് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. പ്രധാനമായി നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ഞാൻ വിചാരിച്ചത്, ഈ തരത്തിൽ ഈ മണ്ണിനെ പ്രധാനമായി കരുതുന്ന, അതിനെ പൊന്നുപോലെ കരുതുന്ന ഒരു തരം ആശയത്തിൻ്റെ കേന്ദ്രത്തിൽ അവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കുടിയിറക്കുമായി ബന്ധപ്പെട്ട എല്ലാ സമരങ്ങളിലും, അത്യന്തം പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നത്, എല്ലാ സമരങ്ങളിലും തങ്ങൾക്ക് നേതൃസ്ഥാനത്ത് മറ്റൊന്നും ആലോചിക്കാതെ നിലനിൽക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം നേരത്തെ ഇവിടെ മൊയ്ൻ സാഹിബ് പറഞ്ഞ പോലെ ഈ സുപ്ര വെക്കുമ്പോൾ ഈ സുപ്ര എല്ലാവർക്കുമായിട്ടാണ് വെച്ചിട്ടുള്ളത്. അവിടെ പന്തിയുടെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മൊയ്യാരത്ത് ശങ്കരൻ 1924 തലശ്ശേരിയിൽ നായർ വിഭാഗത്തിൽപ്പെടുന്ന അവാന്തര വിഭാഗങ്ങളെ കൂട്ടിക്കൊണ്ടുള്ളൊരു പന്തി ഭോജനം നടത്തിയതിന് അവിടെ ഈ പന്തിയിലിരുന്ന ആളുകളെ പുറത്താക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, കോഴിക്കോട്ട് ഐക്യമത്യം പരമ്പല എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ അതിനെക്കുറിച്ചുണ്ട്. കോഴിക്കോട്ട് കോർപ്പറേഷനിലേക്കുള്ള ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നു. അപ്പോൾ സ്ഥിരമായി ജയിച്ചു വരുന്നത് അവിടെയുള്ള തീയ പ്രമാണിത്വത്തിൽ പെട്ടിട്ടുള്ള ഒരു കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ ആ വർഷത്തിൽ 1905 ഞാൻ വിചാരിക്കുന്നത്, ആ വർഷത്തിൽ ആ നേതാവ് പരാജയപ്പെടുന്നു. പകരം മറ്റൊരു നേതാവ് വിജയിക്കുന്നു. ആ വിജയത്തിന് കാരണമായി പറയുന്നത്, ഈഴവരെങ്കിലും കൊല്ലത്തുനിന്ന് വന്നിട്ടുള്ള നെയ്ത്ത് കുലത്തൊഴിലാക്കിയിട്ടുള്ള ചില ആളുകൾ വോട്ട് ചെയ്തു. അങ്ങനെ ഈ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഈഴവരെല്ലാവരും കൂടെ ഒരു പാർട്ടി നടത്തുകയാണ്. ആ പാർട്ടിക്കകത്ത് ഈഴവരെങ്കിലും നെയ്ത്തു കുലത്തൊഴിലായിട്ടുള്ള ആളുകൾ ഈ പന്തിയിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് ഈ പന്തിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ജാതി വിലക്കിയിട്ടുള്ള കേസുണ്ട്. അതിൻ്റെ പ്രൊസീഡിങ്സ് ആണ് ഐക്യമത്യം പരമ്പല എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകം. അത് 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോഴാണ് 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് സുപ്ര വെക്കുകയും ആ സുപ്രയ്ക്കകത്ത് ആരാണ് വരുന്നത് എന്നുള്ള ചോദ്യം പോലുമില്ലാതെ അത് തുറന്നു വെക്കുകയും ചെയ്യാനുള്ള ഒരു തരം റിപ്പബ്ലിക്കൻ സ്വഭാവം, അതിനെ നമ്മൾ മാനവികത എന്ന് വിളിക്കുന്നു. ആ റിപ്പബ്ലിക്കൻ സ്വഭാവം, ആ മാനവിക സ്വഭാവം ഉണ്ട്. ആ മാനവിക സ്വഭാവത്തിൻ്റെ ആധാരമായി പ്രവർത്തിക്കുന്നത് ഈ മണ്ണും പൊന്നും തമ്മിൽ ഭേദമില്ല എന്നുള്ള ആശയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഭേദത്തിൻ്റെ നിരാസം അത്യന്തം പ്രധാനപ്പെട്ടതാണ്. കാരണം ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന, പ്രത്യേകിച്ച് മലബാർ പോലെയുള്ള പ്രദേശങ്ങളിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ജനസിസ് സ്റ്റോറീസ് എല്ലാം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ 19ാം നൂറ്റാണ്ടിലെയും 20ാം നൂറ്റാണ്ടിലെയും ഈ ഇസ്ലാമിൻ്റെ സോഷ്യോളജിയെക്കുറിച്ച് നടക്കുന്ന വ്യവഹാരങ്ങളെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉൽപ്പത്തി കഥകളെക്കുറിച്ച് നമ്മൾ
നമ്മളൊന്ന് അടുത്ത് പരിശോധിക്കുകയാണെങ്കിലും അതിനകത്ത് നമുക്ക് കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഈ ഭേദത്തിൻ്റെ നിരാസം ആണ്. ഈ ഭേദത്തിൻ്റെ നിരാസത്തിലാണ് ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. അത് അങ്ങനെയുള്ള ഒരുമിച്ച് കൂടൽ നമ്മൾ ഈ കാണുന്നത് പോലെ ഒരുമിച്ച് പരസ്പരം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന തരത്തിലുള്ള ഒരുമിച്ച് കൂടലാകാം. അതല്ലാതെ പരസ്പരം കാണാതെ കേൾക്കാതെ അതിവിദൂരസ്ഥമായ സ്ഥലങ്ങളിൽ പരസ്പരം അറിയാതെ പോലും ഇരുന്നു കൊണ്ട് ഈ ഭേദനിരാസം എന്ന ആശയത്തിൽ പങ്കാളികളാണ് എന്നുള്ള ധാരണ തന്നെ ഒരു സമുദായമായി ഒരൈക്യമായി പരിവർത്തിച്ചു നിൽക്കാൻ മനുഷ്യരെ സാധ്യമാക്കും. അത് ഇസ്ലാമിന് കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിവിൻ്റെ ഇങ്ങേ തലക്കിലുള്ള ഒരു പ്രകടനമായിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങേ തലക്കിലുള്ള ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ തങ്ങളെ മനസ്സിലാക്കുന്നത്. ആ തങ്ങളെ സാധ്യമാക്കിയിട്ടുള്ള സാധ്യമാക്കിയിട്ടുള്ള ലോകത്തിൻ്റെ ഒരു പ്രത്യേകത നിരന്തരമായി മണ്ണിനു വേണ്ടി, അധ്വാനത്തിനു വേണ്ടി, തങ്ങളുടേതായ അധ്വാനത്തിനു വേണ്ടി, അതിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി, അത് നഷ്ടപ്പെടുന്നതിനെതിരെ, അത് മോഷ്ടിച്ചെടുക്കുന്നതിനെതിരെ, അതിൽ നിന്ന് കുടിയിറക്കപ്പെടുന്നതിനെതിരെ മനുഷ്യർ നിരന്തരമായി പല പല മാർഗങ്ങളിലൂടെ പല തരത്തിൽ, അത് ചിലപ്പോൾ അത് വളരെ ഓപ്പണായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ, വലിയൊരു കലാപത്തിൻ്റെ, വലിയൊരു വിപ്ലവത്തിൻ്റെ ഒക്കെ സ്വഭാവം സ്വീകരിക്കാം. ചിലപ്പോൾ അത് മറ്റാരും അറിയാതെ 3, 4, 5 ആളുകൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ചൊല്ലുന്ന നിശബ്ദമായിട്ടുള്ള ഒരുതരം എതിർ പ്രവർത്തനമായിട്ടായിരിക്കാം അത് നിലവിലുണ്ടാവുക. അതെന്ത് തന്നെയായാലും, ഏതു തരം രൂപങ്ങൾ ആർജിച്ചാലും, ഏതു തരം മാർഗത്തിലൂടെ ആണെങ്കിലും ആ സമരങ്ങളെല്ലാം തന്നെ ഈ നിലയ്ക്ക്, ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള, കുടിയിറക്കപ്പെടുന്നതിനെതിരായിട്ടുള്ള, നാട്ടിൽ നിന്ന് നാട്ടിയോടിക്കുന്നതിനെതിരായിട്ടുള്ള സമരങ്ങളായിരുന്നു എന്നുകൂടെ ഓർമ്മിക്കുന്നു. ഒറ്റ കാര്യം കൂടെ, ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1799 കാലം മലബാർ ബോംബെ പ്രസിഡൻസിയുടെ കയ്യിലായിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് 1799 ഏഷ്യാറ്റിക് റിസർച്ചസ് എന്ന് പറയുന്ന അക്കാലത്തെയും ഇക്കാലത്തെയും പ്രധാനപ്പെട്ട ഒരു വൈജ്ഞാനിക ജേണലിൽ ജോനതൻ ഡങ്കൻ എന്ന പേരായിട്ടുള്ള മലബാറിലെ ആദ്യത്തെ കമ്മീഷണർ, അദ്ദേഹം പിന്നെ ബോംബെയുടെ ഗവർണറാവുന്നു, ജോനതൻ ഡങ്കൻ ഒരു ലേഖനം എഴുതുന്നുണ്ട്. അത് മലബാറിനെ കുറിച്ചിട്ടുള്ള ചില കുറിപ്പുകളാണ്. ആ കുറിപ്പുകൾ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് 2 ഗ്രന്ഥങ്ങളാണ്. ഒന്ന് കേരളോൽപ്പത്തിയാണ്, മറ്റൊന്ന് തൂഫത്തുൽ മുജാഹിദ്ദീനാണ്. തൂഫത്തുൽ മുജാഹിദ്ദീനെയും കേരളോൽപ്പത്തിയെയും ആധാരമാക്കിക്കൊണ്ടുണ്ടാവുന്ന ആദ്യത്തെ ലേഖനമാണ് ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഈ ലേഖനത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇതേ ഡങ്കൻ തന്നെ ഇതേ ഏഷ്യാറ്റിക് റിസർച്ചസിൻ്റെ ഇതേ വോള്യത്തിൽ മറ്റൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് 2 ഫക്കീർമാരെ കുറിച്ചാണ്. ഡങ്കൻ ബനാറസിൽ നിന്ന് 2 ഫക്കീർമാരെ പിടിക്കുന്നു. ഫക്കീർമാരെ പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ അതിൻ്റെ അകത്തേക്ക് പോകുന്നില്ല. അപ്പം ഫക്കീർമാരെ പിടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫക്കീർമാരുടെ സംഘങ്ങൾ, നേരത്തെ ഇല്യാസ് മാഷ് പറഞ്ഞു വരുപോലെ, അവരുടെ ശൃംഖലകൾ അക്കാലത്തെ രാഷ്ട്രീയ നിയന്ത്രിതാക്കളുടെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ പെടാതെ അതിനെ ലംഘിച്ചുകൊണ്ട്, എല്ലാതരം അതിർത്തികളെയും ലംഘിച്ചുകൊണ്ട് സർക്കുലേറ്റ് ചെയ്യുന്ന, വ്യവഹരിക്കുന്ന ഒന്നാണ്. ഇവരാണ് സന്ദേശങ്ങൾ പലയിടങ്ങളിലേക്കും വ്യാപിക്കാറുള്ളത്. വർത്തേമ ഒരു ഫക്കീറിൻ്റെ രൂപം ധരിച്ച് കോഴിക്കോട്ട് നിന്ന് കണ്ണൂരേക്ക് പോയതായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആങ്കറ്റിൽ ദുപ്പറോ ഒരു ഫക്കീർ സംഘത്തിൻ്റെ കൂടെ ഫക്കീറിനെ പോലെ തന്നെ വേഷം ധരിച്ചുകൊണ്ടായിരുന്നു കൽക്കട്ടയിൽ നിന്ന് മദ്രാസ് വരെ യാത്ര ചെയ്തത് എന്ന് ദുപ്പറോയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫക്കീർമാർ വലിയ അപകടകാരികളാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ സന്ദേശം വഹിക്കുന്ന ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹരക്കര എന്നറിയപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇവരുടെ കയ്യിലുള്ള സന്ദേശങ്ങൾ വിധ്വംസക സ്വഭാവമുള്ളതായിരിക്കാം. അതുകൊണ്ട് ഇവരെ ഇൻ്റർസെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ജയിലിലടയ്ക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഈ ഫക്കീറിനെ പിടിക്കുമ്പോൾ ഫക്കീറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അതിൻ്റെ ചിത്രമൊക്കെ വരച്ചു വെക്കുന്നുണ്ട് അദ്ദേഹം. അതിൻ്റെ ഡ്രോയിങ് ഒക്കെ ഈ ഡങ്കൻ വരച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഫക്കീറിനോട് ചോദിക്കുന്നു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഫക്കീർ പറയുന്നു, ഞാൻ വരുന്നത് ബുഖാറയിൽ നിന്നാണ്. എന്നിട്ട് ഫക്കീറിനോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഫക്കീർ പറയുന്നു, ഞാൻ പോകുന്നത് പീക്കിങ്ങിലേക്കാണ്. പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ചൈനയിലാണ്. ബീജിങ്ങിൻ്റെ പഴയ പേരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ബുഖാറയിൽ നിന്ന് വരികയും പീക്കിങ്ങിലേക്ക് പോകുകയും ചെയ്യുന്ന, ഇപ്പോഴും മനുഷ്യർ നമ്മൾ കണ്ടും കാണാതെയുമൊക്കെ
മനുഷ്യരും മനുഷ്യരല്ലാത്ത മറ്റ് പടപ്പുകളും ബുഖാറയിൽ നിന്ന് പീക്കിങ്ങിലേക്കും ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത് ആ നിലയ്ക്കുള്ള നെറ്റ്വർക്കുകൾ ഉണ്ടായിരുന്നു. ആ നിലയ്ക്കുള്ള നെറ്റ്വർക്കുകളിൽ ബുഖാറയും പീക്കിങ്ങും തമ്മിൽ ഒരു വിളി കൊണ്ട് കേൾക്കാവുന്ന ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഒരു പക്ഷേ അത് കേൾക്കുന്നില്ല എന്നേയുള്ളൂ. അക്കാലത്ത് ആളുകളത് വളരെ വ്യക്തമായി തന്നെ കേട്ടിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള കേൾവികളുടെ പശ്ചാത്തലത്തിലാണ് ആളുകൾ കൂട്ടമായി അധ്വാനിക്കുകയും ആളുകൾ കൂട്ടമായി അതിജീവിക്കുകയും ആളുകൾ കൂട്ടമായി മരിക്കുകയും മരിച്ചതിന് ശേഷം ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു അവസരം തന്നതിനും എന്നെ ഇത്ര നേരം ശ്രവിച്ചതിനും എല്ലാവരോടും അതീവ വിനയത്തോടു കൂടി നന്ദി അറിയിക്കുന്നു. ഇനിയും കാണാം എന്ന് പ്രത്യാശിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രൊഫസർ ഇല്യാസ് സാറ് കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങളെ പറ്റി ഇവിടെ പരാമർശിക്കുകയുണ്ടായി. കേരളക്കരയിലേക്ക് പേർഷ്യൻ ഭാഷ പരിചയപ്പെടുത്തിയത് മുഹമ്മദ് ഷാ തങ്ങളാണെന്ന് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ കൊണ്ടോട്ടി മക്കാമിനോ കൊണ്ടോട്ടി ചരിത്രത്തിനോ ഒരു പ്രാധാന്യം നൽകിയതായി കാണുന്നില്ല. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ തിരക്കല്ല. ഇല്ല സാറ്, ചെറിയ രീതി അവരെങ്ങനെ പരാമർശിച്ചു പോയി എന്നേ ഉള്ളൂ. ആദ്യമായിട്ട് അവരിലൂടെയാണ് പേർഷ്യൻ ഭാഷ ഇവിടെ എത്തിയത് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മഹദൂമമാരിലൂടെ അവർക്ക് തന്നെ ഉണ്ടല്ലോ. സൈനുദ്ദീൻ മഹദൂം തന്നെ പേർഷ്യൻ ഭാഷയിൽ നിന്ന് കൃതികൾ വിവർത്തനം ചെയ്യുകയും മറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊണ്ടോട്ടി സയ്യിദ്സ് തങ്ങന്മാർ മമ്പ്രതങ്ങന്മാരെ കുറിച്ച് അന്വേഷിച്ചൊരു ഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് തന്നെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു കൊണ്ടോട്ടി പൊന്നാനി ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ കാലങ്ങളായിട്ട് നിലനിന്നിരുന്നൊരു വസ്തുതയാണ്. ഇവിടെ ഉണ്ടായിരുന്ന മഖ്ദൂമി സ്കോളേഴ്സും മമ്പ്രതങ്ങന്മാരും അവരൊക്കെ ഒരു പക്ഷവും ഇപ്പോൾ ഈ പ്രീ സംഘടനാ കാലഘട്ടത്തിലെ ഇവിടുത്തെ ഒരു പൊതു ക്ലാഷ് എന്ന് പറയുന്നത് ഈ രണ്ട് പക്ഷങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പൊന്നാനി വിഭാഗത്തെ ഒരു ഷിയ ടച്ച് ആരോപിക്കപ്പെട്ടു. ഇപ്പോൾ കൊണ്ടോട്ടി തങ്ങന്മാരിൽ അത് ഇപ്പോഴും നടക്കുന്ന ഒരു തർക്കം. അത് ആദ്യത്തെ മുഹമ്മദ് ഷാ തങ്ങൾക്കാണോ ഇത്, പിൽക്കാലത്തുള്ളവർക്കാണോ ഇത് എന്ന്. ഏതായിരുന്നാലും ഒരു ഷിയ ടച്ച് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നും അവർക്കിടയിലെ ചില സുജൂദ് വിവാദങ്ങളൊക്കെയാണ് വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. നമ്മുടെ കോഴിക്കോട് ഷേഖ് ജിഫ്രി തങ്ങൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ട് ഇതിനെതിരെ ശക്തമായിട്ടന്ന് ഖണ്ഡനം എഴുതുന്നുണ്ട്. അപ്പോൾ ഇതിലെ പരാമർശങ്ങളിൽ ഇന്ന് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്ലാഷ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കൊണ്ടോട്ടി നേർച്ച വീണ്ടും പുറത്തു വന്നപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പഴയ രേഖകളൊക്കെ വെച്ചിട്ട് നമ്മുടെ അഷ്റഫ് തങ്ങളെന്നെ ഈ അടുത്ത് സൂചിപ്പിച്ചിരുന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ ഒരുപാട് ഫോൺ കോളുകൾ വന്നു. ഇവരെക്കുറിച്ചുള്ള ഫത്വകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആർക്കിവൽ രേഖകൾ അന്വേഷിച്ച് മനുഷ്യന്മാർ ഓടുകയാണ്. അപ്പോൾ നമ്മൾ മമ്പ്രതങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ രസകരമായി കിട്ടിയ 2 പോയിന്റ് അത് മാത്രം ജസ്റ്റ് ഞാൻ സൂചിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ തൊട്ടടുത്ത് കുറ്റൂർ കുഞ്ഞാലി മമ്പ്രതങ്ങളുടെ വസീർ എന്നറിയപ്പെടുന്ന പുതുപ്പറമ്പിൽ കുഞ്ഞാലി ഉണ്ടായിരുന്നു. നമ്മൾ പഴയ ചരിത്രത്തിൽ മമ്പ്രതങ്ങളുടെ വസീർ എന്നാണ് അറിയപ്പെടുന്നത്. പുതുപ്പറമ്പിൽ കുഞ്ഞാലി ഈ പ്രദേശത്തിൻ്റെ വലിയൊരു ജന്മിയായിരുന്നു. അവിടേക്കാണ് മമ്പ്രതങ്ങൾ വരുന്നത്. അപ്പോൾ മമ്പ്രതങ്ങൾക്ക് ഈ മമ്പുറത്ത് വലിയൊരു കാല് ഊന്നി നിൽക്കാനുള്ള വലിയൊരു സപ്പോർട്ട് ഒരു ഉമറ പക്ഷത്തു നിന്ന് കിട്ടുന്നത് പുതുപ്പറമ്പിൽ കുഞ്ഞാലിയുടെ ഭാഗത്തു നിന്നാണ്. ഈ പുതുപ്പറമ്പിൽ കുഞ്ഞാലിയുടെ വലിയ മാളിക വീടുണ്ട്. ആ വീടിൻ്റെ തൊട്ട് മുമ്പിൽ വലിയൊരു പടിപ്പുരയുണ്ട്. പടിപ്പുരയുടെ അവിടെ താമസിക്കാനൊക്കെ ഒരു സൗകര്യമുണ്ട്. ഒരിക്കൽ ആ വീട്ടിൽ പോയപ്പോൾ കിട്ടിയൊരു അനുഭവം അവർ പറഞ്ഞത്, മമ്പ്രതങ്ങൾ ഒരിക്കൽ അവിടെ പോയി താമസിക്കുക എടുക്കെടുക്ക്. എന്നിട്ട് അങ്ങോട്ട് വന്നപ്പോൾ ഒരിക്കൽ പടിപ്പുരയുടെ വാതിൽ അടച്ചുകൊണ്ടാണ് വന്നത്. സാധാരണ തങ്ങളങ്ങനെ വരാറില്ല. അപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടേക്ക് കൊണ്ടോട്ടി തങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അവരിവിടെ കയറ്റരുത് എന്നുള്ള മെസ്സേജാണ് അന്ന് മമ്പ്രതങ്ങൾ കൊടുത്തത്. ഒന്ന് അത് ആളുകളിലൂടെ കൈമാറി വരുന്ന ഒരു മെസ്സേജ് ഒരു സന്ദേശമാണ്. അത് കൊണ്ടോട്ടി ഷാ ഒന്നാമത്തെ തങ്ങൾ ഏതായാലും അല്ല. കാരണം മമ്പ്രതങ്ങളുടെ കാലം വളരെ പിന്നീടാണ്. പിൽക്കാലത്തുള്ളവരിലാണ് ഈ ഷിയ വിഷയങ്ങൾ ആരോപിക്കപ്പെട്ടത്. മറ്റൊന്ന് പെരിന്തൽമണ്ണ കുറച്ചപ്പുറത്ത് ഈ അടുത്ത് മമ്പ്രതങ്ങളുടെ വാളൊക്കെ സൂക്ഷിക്കുന്ന വലിയൊരു പള്ളിയുണ്ട്. പെരിന്തൽമണ്ണപ്പുറത്ത് താഴെക്കോട് പോയപ്പോൾ അവിടെ വലിയ സൂഫികൾ തങ്ങന്മാരുടെ മക്ബറയുണ്ട് അവിടെ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടേക്ക് ആദ്യമായിട്ട് അവിടെയുള്ള തങ്ങൾ വരാനുള്ള കാരണം അത് നമ്മുടെ ഐദ്രൂസി തങ്ങന്മാരാണ്. ഐദ്രൂസി തങ്ങന്മാരുടെ ബമ്പ് തങ്ങളുണ്ട്. ഈ പൊന്നാനി തങ്ങളുടെ മകന് കൊച്ചിയിലെ ബമ്പ് തങ്ങളുടെ മക്കൾപ്പെട്ടവരാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടേക്ക് തങ്ങൾ വരാനുള്ള കാരണം
ഇപ്പോൾ 1700 എൻഡിൽ അല്ലെ 800 തുടക്കത്തിലോ മറ്റോ ആവണം ഈ കൊണ്ടോട്ടി ഷാ തങ്ങന്മാർക്ക് വലിയ അർത്ഥത്തിലൊരു ഒരു പ്രചാരം നേടിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ ഈ താഴക്കോട്ട് നിന്നും മമ്പുറത്തേക്ക് ആളുകൾ വരികയാണ്. അവിടെ ഇങ്ങനെ ഒരു തങ്ങൾ വന്നിട്ടുണ്ട്, ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പൊന്നാനി പക്ഷത്തു നിന്നുള്ള ഒരു പ്രതിരോധം വേണമെന്ന് അവർ വന്ന് ആവശ്യപ്പെടുക. ആ ഘട്ടത്തിൽ മമ്പുറം തങ്ങൾ പറയുന്നത് ഈ ഐദ്രൂസി തങ്ങളെ നിങ്ങൾ പോയി കാണണം, അവരുടെ അല്ലെങ്കിൽ ഈ ബമ്പ് തങ്ങളെ പോയി കാണണം, അവരിൽ നിന്നൊരാളെ, കാരണം തങ്ങൾക്ക് അന്ന് നിർദ്ദേശിച്ചു കൊടുക്കാൻ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെയാണ് അവർ പോയിട്ട് ഒന്നുകിൽ കൊച്ചിയിലെ ഐദ്രൂസി തങ്ങളുടെ ബമ്പ് തങ്ങളുടെ മക്കളെ സമീപിക്കുമ്പോഴാണ് അവിടെ നിന്നാണ് ഒരാളെ ഈ താഴെക്കോട്ടേക്ക് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ അവിടെ എത്തുന്നതോടുകൂടി അവിടെ ഒരു സുന്നി ഒരു ട്രഡീഷനിലേക്ക് മാറുകയും ഇന്നും ആ ട്രഡീഷൻ അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കഥകൾ ഇവർക്കിടയിലെ ക്ലാഷിനെ മുൻനിർത്തി ഈ മമ്പുറന്തങ്ങന്മാർ മഖ്ദൂമി സ്കോളേഴ്സിനോടൊപ്പം നിന്നുകൊണ്ടുള്ള പ്രതിരോധത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഓറൽ ട്രഡീഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. ഓക്കെ. അപ്പം അതിൻ്റെ സത്യാസത്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ രേഖകൾ വെച്ചിട്ടുള്ള ഇതൊന്നുമല്ല, ആളുകൾക്കിടയിലൂടെ കൈമാറി വരുന്ന ആ ഒരു ഇത്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ആ ഒരു ഷിയ ആരോപണത്തിൻ്റെ ഒരു പരിസരം. പക്ഷെ അതിൻ്റെ ഒരു നിജസ്ഥിതി പ്രത്യേകിച്ച് ദാറുൽ നേതൃത്വം നൽകുന്ന ഇത്തരം ഒരു സ്റ്റഡിയിൽ മനസ്സിലാക്കിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു അഭ്യർത്ഥന ഉണ്ട്. കാരണം കണ്യാല മൗലപ്പാപ്പ തുടങ്ങിയ തൃപ്പൻചി ഉസ്താദ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായിട്ട് നമ്മൾ കാണുന്ന ഏലംകുളം ഉസ്താദ് തുടങ്ങിയവർ അവിടുത്തെ മുരീദന്മാർ അല്ലെങ്കിൽ അവർക്ക് കീഴിലുള്ള മുഹമ്മദ് ഷാ തങ്ങളുടെ ഖലീഫമാരായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഏലംകുളം ഉസ്താദ് അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടോട്ടി മക്കാമിൽ നടക്കുന്നത്. നേർച്ചയോടനുബന്ധിച്ച് തീർച്ചയായിട്ടും ഉണ്ട്, അനാചാരങ്ങളുണ്ട്. നേർച്ച സത്യത്തിൽ മക്കാമിൽ നടക്കുന്നത് യഥാർത്ഥ നേർച്ച നടക്കുന്നുണ്ട്, വരവിൽ വേണ്ടാത്തരം നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നേർച്ച അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്, പ്രത്യേകിച്ച് ഏലംകുളം ഉസ്താദിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെയൊക്കെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും അത് വളരെ ആഴത്തിൽ അതിൻ്റെ പ്രൈമറി സോഴ്സുകൾ വെച്ചുകൊണ്ട് അന്വേഷിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിൽ നല്ല പഠനങ്ങൾ വരേണ്ടതുണ്ട്. ഈ മേഖലയിൽ നേരത്തെ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഫത്വകളുണ്ട്. ഈ ഫത്വകളെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു പഠനം കൃത്യമായിട്ട് നടത്തിയാൽ അതിൻ്റെ ഒരു ചിത്രം തെളിയുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് തരത്തിലേക്ക് നമുക്ക് പോകാവുന്ന ചെറിയ 1-2 കാര്യങ്ങൾ ചേർത്ത് വെക്കും. ഇപ്പോൾ കൊണ്ടോട്ടി തങ്ങന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഷീ ആരോപണം അതൊരു വശത്ത് യാഥാർത്ഥ്യം തന്നെയാണ്. പല ചടങ്ങുകളും ഷീ ആചാരങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ അടുത്ത് നടന്ന നേർച്ചയിൽ പോലും ധാരാളം കുത്തറാത്തിപ്പുകൾ ഒന്നൊന്നുമല്ല വളരെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ സമയം ഒരുപാട് വർഷങ്ങളായിട്ട് ഈ കൊണ്ടോട്ടി തങ്ങന്മാരുടെ അവരുടെ ദൈനംദിന ജീവിതത്തിലെ ഇടപാടുകൾ, കാര്യങ്ങൾ, അവരുടെ വൈവാഹിക ബന്ധങ്ങളൊക്കെ തന്നെ സുന്നി പക്ഷത്തു നിന്നാണ്. ഇപ്പം നിലവിലുള്ള കൊണ്ടോട്ടി സ്ഥാനീയനായ KT നമ്മളെ റഹ്മാൻ തങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ള മണ്ണാർക്കാട്ടെ ഏറ്റവും പ്രമുഖ സുന്നി കുടുംബമായ പൊള്ളക്കുന്നൻ ആജിമാരെ മോളെയാണ് റഹ്മാൻ തങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് മുമ്പ് റഹ്മാൻ തങ്ങളുടെ വേറൊരു ബ്രദർ കല്യാണം കഴിച്ചിട്ടുള്ള മമ്പാട് കാഞ്ഞിരാല കുടുംബം. ഇവരാരും തന്നെ ഒരിക്കലും ഷെയ്യി ട്രഡീഷൻ അല്ല, പക്കാ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. പിന്നെ ചരിത്രത്തിൽ ഇവർക്ക് സ്ഥാനമുണ്ട്. ഇപ്പം നമ്മളൊന്നും ഒരിക്കലും പല കാര്യം കൊണ്ട് ഇവർ അംഗീകരിക്കുന്നില്ല പല വശങ്ങളെയും. അതേസമയം ചരിത്രത്തിൽ ഇവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. 1921 ഏറനാടിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ആശ്രയമായിട്ട് കൊണ്ടോട്ടി തങ്ങളുടെ അടുക്കൽ പോയിരുന്നു. അവിടെ ധാരാളം സ്ത്രീകളും കുട്ടികളും പോയി താമസിച്ചിരുന്നു. കലാപം മടങ്ങിയതിനു ശേഷമാണ് തങ്ങളുടെ ദേശത്തേക്ക് തിരിച്ചു പോയത് എന്ന് കഥകളല്ല, കൃത്യമായ ആർക്കൈവൽ ഡോക്യുമെന്റുകളുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു നിരന്തരമായ ക്ലാഷ് 1 നൂറ്റാണ്ട് കാലം നീണ്ടുവന്നു എന്നുള്ളതാണ്. കൊണ്ടോട്ടി പൊന്നാനി കൈത്തർക്കം 1 നൂറ്റാണ്ട് കാലം നീണ്ടുവന്നു. അവർക്കിടയിൽ പല ചർച്ചകൾ നടന്നു. ഏറ്റവും അവസാനം 1930കളിൽ ഉലമാസിനിടയിൽ നിരന്തരമായ ചർച്ചകൾ നടന്ന് അതൊരു പൂർണ്ണ തീരുമാനത്തിലേക്ക് എത്തി ക്ലോസ് ചെയ്ത അധ്യായമാണ്. എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാ പള്ളികളിലും വിവാഹം ചെയ്തു കൊടുക്കാം, പള്ളിയിലേക്ക് പോവാം, അവർക്ക് അങ്ങനെ ബന്ധങ്ങളില്ല എന്നുള്ളത് ഉണ്ടായിരുന്നത് പഴയ കാലത്തായിരുന്നു എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത അധ്യായമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ രേഖകൾ വെച്ചിട്ട് നമുക്ക് ആ കാലഘട്ടത്തെ വായിക്കാമെന്നല്ലാതെ ഇന്ന് തുടരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, മറ്റു ചോദ്യങ്ങൾ. ഹലോ, നമസ്കാരം. എൻ്റെ ചോദ്യം ഡോക്ടർ അഭിലാഷിനോടാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ സുപ്ര വിരിക്കുന്നതിനെ കുറിച്ച്, ജാതി അല്ലെങ്കിൽ മതഭേദമില്ലാതെ ആരാണെന്നൊന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ
കയറി വരാൻ പറ്റുന്ന ആ കാലത്ത് ഇതര സമുദായങ്ങളെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മമ്പ്രന്തങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തിൽ നേരത്തെ ഡോക്ടർ ഇല്യാസ് പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളും പൊതു ചരിത്രത്തിൽ വരുന്നില്ല. മമ്പ്രന്തങ്ങളായാലും കേമാര ചരിത്രമാണെങ്കിലും അതുപോലെ തന്നെ ഇത്തരം നവോത്ഥാന പ്രശ്നങ്ങൾ നവോത്ഥാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണ്ടത്ര കേരളത്തിൻ്റെ പൊതു ചരിത്രത്തിൽ വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ വ്യക്തമാക്കിയാൽ സന്തോഷം. താങ്ക് യു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇല്യാസ് മാഷ് ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ചരിത്രം എഴുതുന്നത് ചരിത്രകാരൻ എന്ന നിലയ്ക്ക് ചരിത്രം എഴുതുന്നത് ആരാണെന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഒരു കാലത്ത് ഇംഗ്ലീഷ് സായിപ്പന്മാർ തന്നെയായിരുന്നു ചരിത്രം എഴുതിയിരുന്നത്. പിന്നെ ഒരു കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച മറ്റ് നാട്ട് സമുദായങ്ങളിൽ പെടുന്ന താരതമ്യേന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കുറച്ച് എളുപ്പത്തിൽ സിദ്ധിക്കാൻ സാഹചര്യം ഒരുങ്ങിയിട്ടുള്ള ആളുകളായിട്ട് മാറി. അപ്പം അങ്ങനെ എഴുതുമ്പം ഒരു പ്രശ്നം, ആരാണ് എഴുതുന്നത് എന്നുള്ളത് ഈ എന്ത് ചരിത്രമാണ് മുമ്പോട്ട് വെക്കപ്പെടുന്നത് എന്നതിനെ നിർണ്ണയിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ എം ഗംഗാധരൻ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഹിസ്റ്റോറിയനാണ്. അയാളൊക്കെ ഗുരുസ്ഥാനത്തുള്ള ആളാണ്. എം ഗംഗാധരൻ സ്റ്റീഫൻ ഡെയിലിൻ്റെ കൂടെ നേർച്ചയെക്കുറിച്ച് എഴുതുന്നുണ്ട്. നമ്മളൊക്കെ നേർച്ചയെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ലേഖനങ്ങളിലൊന്നാണ്. പക്ഷെ അവിടെ അദ്ദേഹത്തിൻ്റെ പേര് ഗംഗാധര മേനോൻ എന്നാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത് ഗംഗാധര മേനോൻ എന്നുള്ള പേര് തന്നെയാണ്. അതിൽ എന്തെങ്കിലും പ്രത്യേകമായ കുഴപ്പമുണ്ട്, അത് വ്യക്തിപരമായൊരു താല്പര്യത്തിൻ്റെ പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ എഴുതുമ്പോഴാണ് പറയുന്നത് മലബാർ കലാപം അല്ലെങ്കിൽ മലബാർ വിപ്ലവം ഓർമ്മിക്കുന്നത് ഏത് നിലയ്ക്ക് വേണം, അതിലെ രക്തസാക്ഷികളെ ആഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ, അതിലൊരു അനുശോചനമാണോ രേഖപ്പെടുത്തേണ്ടത് എന്നൊക്കെയുള്ള വലിയ വിവാദം ഉണ്ടായിരുന്നു. 1980കളുടെ അവസാനവും 90കളുടെ തുടക്കത്തിലും വളരെ പ്രധാനപ്പെട്ട വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഗംഗാധരൻ മാഷ് അവിടെ ഉപസംഹരിച്ചത് അത് ആഘോഷിക്കേണ്ട ആവശ്യമില്ല, അതിനകത്ത് അതിൻ്റെ വീരത്വം നമ്മൾ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല, അനുശോചിക്കുകയാണ് വേണ്ടത്. കാരണം യുക്തിഭദ്രമായി ആലോചിക്കുമ്പോൾ മാഷ് എഴുതിയിട്ടുണ്ട്, യുക്തിഭദ്രമായിട്ട് അന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യവുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ഈ വെടി കൊള്ളാതിരിക്കാൻ ഉറുക്ക് കെട്ടിയാൽ മതി എന്ന് ധരിച്ചു വശമായിട്ടുള്ള ചില ആളുകൾ മാത്രമാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്. പ്രശ്നം അങ്ങ് ടർക്കിയിലാണെങ്കിൽ യുദ്ധം നടന്നത് ഇവിടെയാണ്. ആ യുദ്ധം ആ നിലയ്ക്ക് യുക്തിസഹമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആയിരുന്നില്ല. അതുകൊണ്ട് അതിൽ നടന്നിട്ടുള്ള ആ ദുരന്തത്തെ നമ്മൾ ആഘോഷിക്കുകയല്ല വേണ്ടത്, അത് ആചരിക്കുക പോലും വേണ്ട, മറിച്ച് അത് അനുശോചനം എന്ന നിലയ്ക്കാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് എം ഗംഗാധരൻ എഴുതുന്നുണ്ട്. ഇതേ സ്റ്റീഫൻ ഡെയിൽ എഴുതുന്നുണ്ട്. സ്റ്റീഫൻ ഡെയിൽ ഈ നേർച്ചയെക്കുറിച്ചൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ മൂപ്പര് ബെയ്റൂത്തിൽ 1994-ലോ 93-ലോ ഒരു സൂയിസൈഡ് അറ്റാക്ക് നടന്നു ബെയ്റൂത്തിൽ പണ്ട്. അപ്പം അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലാണ് ഈ സൂയിസൈഡ് അറ്റാക്ക് നടന്നത്. അത് അവിടെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിനെക്കുറിച്ച് സ്റ്റീഫൻ ഡെയിൽ എഴുതുന്നുണ്ട്. സ്റ്റീഫൻ ഡെയിൽ എന്താ എഴുതുന്നത് നോക്കൂ, ഈ സൂയിസൈഡ് അറ്റാക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ബെയ്റൂത്തിലെ സൂയിസൈഡ് അറ്റാക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് അത് മിഡിൽ ഈസ്റ്റിലല്ല, നിങ്ങൾ പഠിക്കേണ്ടത് അത് 16ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ഓഷ്യനിൽ ആച്ചെ മുതൽ മലബാർ വരെയുള്ള പ്രദേശങ്ങളിൽ ഈ നിലയ്ക്കുള്ള സൂയിസൈഡൽ പ്രതിഭാസങ്ങൾ ഉണ്ടായിരുന്നു, ചാവേർ പ്രതിഭാസങ്ങൾ ഉണ്ടായിരുന്നു, അതിലാണ് പഠിക്കേണ്ടത്. അതിൻ്റെ ചരിത്രം ബെയ്റൂത്തിൽ 94-ൽ നടന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പൊളിറ്റിക്കൽ എക്സ്പാൻഷൻ നടക്കുന്നതിൻ്റെ സ്പെസിഫിക് കോണ്ടെക്സ്റ്റിൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തെ അദ്ദേഹം നീട്ടിക്കൊണ്ടുവന്നിട്ട് അത് വായിക്കുന്നത് മലബാർ ചരിത്രത്തിലാണ്. ഞാനാണ് ഇത് എഴുതുന്നതെങ്കിൽ അല്ല, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കനോലി കൊല്ലപ്പെടുന്നത് സെപ്റ്റംബർ 11-നാണ് എന്ന് വെച്ചിട്ട് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അന്വേഷണ സംഘം ഈ കനോലിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന യുക്തിയിലേക്ക് ഡെയിലിൻ്റെ യുക്തി വെച്ചാൽ നമുക്ക് പോകേണ്ടി വരും. പക്ഷേ ഇപ്പം ഡെയിൽ വളരെ വലിയ പ്രശസ്തനായിട്ടുള്ള ഹിസ്റ്റോറിയനാണ്. എം ഗംഗാധര മേനോൻ ഗുരുതുല്യനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഹിസ്റ്റോറിയനാണ്. ഞാനാണ് മലബാർ കലാപത്തെക്കുറിച്ച് എഴുതുന്നതെങ്കിൽ ഞാനിങ്ങനെ എഴുതില്ല, ഞാനത് അനുശോചിക്കണം എന്നല്ല ഞാൻ പറയുക.
അങ്ങനെ അനുശോചനിക്കരുതെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വലിയ ബുദ്ധിയുള്ള യുക്തിസഹമായ ജീവിതങ്ങൾ ജീവിക്കുന്ന ആളുകളായി മാറുകയും 1921-ലും 1886-ലും 1848-ലും 1779-ലും ഒക്കെ ജീവിച്ച മനുഷ്യർ നമ്മളെക്കാൾ യുക്തി കുറഞ്ഞ മനുഷ്യരാണ് എന്നുള്ള ഒരു അബദ്ധധാരണയിൽ നിന്നായിരിക്കും സംസാരിക്കുക. അപ്പോൾ ഒരു കാര്യം, ആരാണിത് എഴുതുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപദാനങ്ങളാണ്. അതും മാഷ് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ എന്തൊക്കെയാണ് നിങ്ങൾ ഉപദാനമായിട്ട് ഉപയോഗിക്കേണ്ടത്? ആദ്യകാലത്തെ ആളുകൾ, ചരിത്രകാരന്മാർ വിചാരിച്ചിരുന്നത് ഈ ശിലാലിഖിതങ്ങളിലുള്ളത് മാത്രമേ ചരിത്രത്തിൻ്റെ ഉപദാനങ്ങളായിട്ട് ഭരിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ശിലാലിഖിതം ഇല്ലെങ്കിൽ എന്താവും? ചരിത്രം എഴുതാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ചരിത്രം ഉണ്ടാവില്ല. പിന്നീട് എന്ത് ചെയ്തു? ശിലാലിഖിതം കഴിഞ്ഞപ്പോൾ കോപ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞ ചെമ്പോലകളെ കൂടി പരിശോധിക്കാം എന്നുള്ളതിലേക്ക് വന്നു. ചെമ്പോലകൾ ശിലാലിഖിതം പോലെയല്ല, എന്നാലും അതിനെക്കാട്ടും കുറച്ചുകൂടെ മാറ്റു കുറഞ്ഞ ഉപദാനങ്ങളായിട്ട് വന്നു. ഈ പാട്ട്, ഓർമ്മ, നേരത്തെ സർഫറാസ് ഇവിടെ പറഞ്ഞതുപോലെയുള്ള എത്നോഗ്രാഫിക് ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഒന്നും തന്നെ ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തലിന് വേണ്ടുന്ന ഉപദാനങ്ങളാണെന്ന് ആരും അംഗീകരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അതിനോട് വലിയ തരത്തിലുള്ള മുൻവിധിയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അതിൽ താല്പര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഓർമ്മ പറയുന്ന ആളുകളുടെയോ പാട്ട് പാടുന്ന ആളുകളുടെയോ പാട്ട് കേൾക്കുന്ന ആളുകളുടെയോ ഒക്കെ താല്പര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ കേരള ചരിത്രത്തെ ഗുരുസ്ഥാനീയനായിട്ടുള്ള MGS നാരായണൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് കേരള ചരിത്രത്തിലെ 10 കള്ളക്കഥകൾ എന്നാണ്. അതിനർത്ഥം ബാക്കി 90 എണ്ണവും കള്ളല്ല, സത്യ എന്നൊരു ധ്വനിയുടെ അതിനകത്തുണ്ടല്ലോ. അങ്ങനെ കള്ളത്രവും ശരിയും നേരത്തെ ഇവിടെയൊക്കെ സൂചിപ്പിച്ചതുപോലെ അന്വേഷിച്ച് പോകേണ്ട ഒരു സത്യാന്വേഷണത്തിൻ്റെയോ കുറ്റാന്വേഷണത്തിൻ്റെയോ മണ്ഡലമല്ല ഹിസ്റ്ററി. അത് പോലീസുകാരുടെ പണിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കുഴപ്പമുള്ള പണിയല്ല, അത് മോശപ്പെട്ട പണിയല്ല, പക്ഷേ അതൊരു കുറ്റാന്വേഷണ പണിയല്ല ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രം നമ്മൾ അതിനകത്തുനിന്ന് എന്താണ് കണ്ടെത്തുന്നത്, നമുക്കതിനകത്തുനിന്ന് എന്താണ് അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്, നമുക്ക് കാലം മാറുന്ന സമയത്ത് പ്രധാനപ്പെട്ട് വരുന്നത് എന്തൊക്കെയാണ്, അതൊക്കെയാണ് പ്രധാനപ്പെട്ടതാവുന്നത് ചരിത്രത്തിനകത്ത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പം ഈ ചരിത്ര അന്വേഷണത്തിൽ പുതുതായ ഉപദാനങ്ങൾ, പുതിയ തരത്തിലുള്ള ഉപദാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള പഠിതാക്കൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്തുപദാനങ്ങളാണ് മലബാർ ചരിത്രം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നത് മാറിയിരിക്കുന്നു. ആരാണ് ഇത് പഠിക്കുന്നത് എന്നത് വളരെ റാഡിക്കലായിട്ട് മാറിയിരിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ചരിത്രം മാറും എന്ന് തന്നെയാണ്, ചരിത്രരചന രീതി മാറും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും കൊണ്ടാണ് ഇതൊന്നും ഇതിനകത്തേക്ക് പെടുത്താതിരിക്കുന്നത് എന്നാണ്. ഇപ്പം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരളം എഴുതുമ്പോൾ ഏതാണ്ട് അതേ സമയത്ത് തന്നെ പുലിക്കോട്ടിൽ ഹൈദർ മാപ്പിളപ്പാട്ടിൽ കേരള ചരിത്രം ആവിഷ്കരിക്കുന്നുണ്ട്. കേരളോൽപ്പത്തിക്കകത്ത് പരശുരാമൻ്റെ കഥ, ബ്രഹ്മപ്രതിഷ്ഠാ കഥ മാത്രം ഉപയോഗിക്കപ്പെടുകയും ചേരമാൻ പെരുമാളിൻ്റെ കഥ, കോഴിക്കോട് നഗരസ്ഥാപനത്തിൻ്റെ കഥ, അതിൽ തന്നെ രസകരമായൊരു കഥയുണ്ട്. ഈ കോഴിക്കോട് നഗരം സ്ഥാപിച്ചപ്പം കോഴിക്കോട് നഗരത്തിനകത്ത് ഈ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവത എപ്പോഴും വേണം എന്നാണ് പറയുന്നത്. അപ്പം എന്ത് ചെയ്യും? അപ്പം കേരളത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ചെമ്മങ്ങാട്ട് ഒവ്വായി എന്ന് പറഞ്ഞ ഒരു ജോനകൻ ഉണ്ടായിരുന്നു. അപ്പം ചെമ്മങ്ങാട്ട് ഒവ്വായി എന്ന് പറയുന്ന ജോനകന് ഈ സമ്പത്തിൻ്റെ ദേവതയുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ സമ്പത്തിൻ്റെ ദേവതയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട്, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, കൂട്ടിക്കൊണ്ടുവന്നിട്ട് സമ്പത്തിൻ്റെ ദേവതയോട് പറയും, നിങ്ങളിവിടെ നിൽക്കൂ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അവരിവിടെ നിൽക്കുമെന്നുള്ളതിൻ്റെ ഒരു സത്യവും വാങ്ങി ചെമ്മങ്ങാട്ട് ഒവ്വായി പോയി ആത്മഹത്യ ചെയ്ത് കളയുന്നു. ചെമ്മങ്ങാട്ട് ഒവ്വായി തിരിച്ചു വരും എന്നുള്ള ധാരണയാൽ ഈ സമ്പത്തിൻ്റെ ദേവത കോഴിക്കോട്ട് തന്നെ നിരന്തരമായി നിലനിൽക്കുന്നു. അപ്പം അതിനകത്ത് കേരളോൽപ്പത്തിൽ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് യോനകന് മാത്രം ഈ ദേവതയെ കാണാൻ പറ്റുന്നത്? അപ്പം കേരളോൽപ്പത്തി തന്നെ പറയുന്നുണ്ട്, യോനകന് മാത്രമേ ദേവതയെ കാണാനുള്ള നെഞ്ചുറപ്പുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ കേരളോൽപ്പത്തി ഉപയോഗിച്ചുകൊണ്ട് ചരിത്രം എഴുതുമ്പം ഇത് നമ്മൾ പറയാറില്ല. ഈ ഷിക്കാക്കുൽ കമറിൻ്റെ കഥ പറയാറില്ല. നമ്മൾ മിസ്കിയത്തെ 2 സഹോദരങ്ങളുടെ കഥ പറയാറില്ല. പക്ഷെ നമ്മൾ പറയുന്നത് മറ്റു പല കഥകളാണ്. അതിൽ മാത്രമേ ചരിത്രത്തിൻ്റെ ബോധമുള്ളൂ, ഇതിൽ ചരിത്രത്തിൻ്റെ ബോധമില്ല, ഇതിൽ കഥകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം അത് വ്യാപകമായിട്ട് മാറുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മളുടെ ചരിത്രാവിഷ്കാരത്തിൽ വളരെ താമസിയാതെ വന്നു കഴിഞ്ഞു. ഇനി കൂടുതൽ പ്രൊഫ്യൂസിംഗ് ആയിട്ട് വരും എന്നാണ് വിചാരിക്കുന്നത്.
മമ്പുറന്തങ്ങളും കീഴാളവർഗവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ പൂരപ്പറമ്പുകളിൽ പൂരം അവസാനിച്ചാൽ തൊട്ടടുത്ത ദിവസം നടക്കുന്ന ചവിട്ടുകളിയിൽ കളി നടക്കുമ്പോൾ എന്തായാലും മമ്പുറത്തങ്ങളെ കുറിച്ച് ഒന്നോ അതിലധികമോ പാട്ടുകൾ പാടും. അതിലൊരു ഒരു വരി മാത്രം ഇവിടെ പാടാണ്. ഞാനൂൻ്റെ ചെങ്ങായാളും മമ്പറം പോയി, വലിയ തങ്ങൾ തമ്പൂരാൻ്റെ കാൽക്കുന്തലെത്തി. ഞാനൂൻ്റെ ചെങ്ങായാളും മമ്പറം പോയി, വലിയ തങ്ങൾ തമ്പൂരാൻ്റെ കാൽക്കുന്തലെത്തി. ഒരു കിണ്ടി വെള്ളം കൊണ്ട് നിസ്കരിക്കാൻ പോയി, മൂതേടി ചേരിപ്പിമ്മേ നിസ്കരിക്കാൻ പോയി. കാലിൻ ചിലമ്പടി തെളിഞ്ഞു കാണാനാണ്. ഒരു പിടി മണലിച്ച് ജപിച്ചൂതി തന്നു, ജപിച്ചൂതിയ മണലി ഞാൻ വായലിട്ട്. അതെണ്ണി തീരുമ്പോ അന്ന് തീരും പാട്ട്. ചെമ്മാണിയോടും കളിമക്കൾ കളിയാടും വേള, അതെണ്ണി തീരുമ്പോ അന്ന് തീരും പാട്ട്. ഇൻഷാല്ലാ നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം. ഇതുപോലെയുള്ള ഒരുപാട് തോറ്റം പാട്ടുകൾ മമ്പറന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മലബാറിൽ നമുക്ക് സമാഹരിക്കാനായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ സുഹൃത്ത് യൂസുഫ് അലി പാണ്ടിക്കാട് നിങ്ങൾ പരിചയമുണ്ടായിരിക്കും. ഒരു ലോക്കൽ ഹിസ്റ്ററിയിൽ വളരെ അറിയപ്പെട്ട, ഇപ്പോൾ 1921 കുറിച്ച് ഗ്രന്ഥവരി രേഖവരി എന്നുള്ള ഇതിൽ 1000ഓളം പേജുള്ള ഒരു ഡാറ്റ കളക്ഷൻ നടത്തിയ സുഹൃത്താണ്. അവർ ഇപ്പോൾ പാട്ടുപാടിയത് അവർ ഈ നമ്മുടെ പെരിന്തൽമണ്ണ ഭാഗത്തൊരു ക്ഷേത്രത്തിൽ ഇന്നും അവിടെ ഉത്സവങ്ങളുണ്ടാകുമ്പോൾ മമ്പറന്തങ്ങളെക്കുറിച്ചുള്ള പാട്ട് പാടുന്നുണ്ട്. ഇപ്പം നമ്മളിത് ഈ കളിയാട്ടക്കാവിൽ മാത്രമല്ല, മലബാറിൽ ഇപ്പോഴും നമ്മളിപ്പോഴും തങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ദളിത് കീഴ്ജാതി വിഭാഗങ്ങൾക്കിടയിൽ ലൈവായിട്ട് തങ്ങളിപ്പോൾ ശേഷിക്കുന്നു. ഇപ്പോൾ താനൂർ തിരൂർ ഭാഗത്ത് ചില ഏരിയയിലൊക്കെ പോയപ്പോൾ പല വീടുകളും ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ അവരുടെ വീടിന് കുറ്റിയടിച്ച് തങ്ങളാണ് എന്നുള്ളതിന് ആദരവോടെ ഇന്നും ഓർത്തിരിക്കുന്ന ഫാമിലികളുണ്ട്. ആശാരിമാരും മറ്റുമായിട്ടുള്ള പല ഫാമിലികളും അവർക്ക് ഇങ്ങനെ ഒരു വരം നൽകിയ തങ്ങളെ നമ്മളെക്കാൾ ആദരവോടെ ഓർക്കുന്ന ഒരുപാട് ഹിന്ദു ഫാമിലികളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ വർഷം നമ്മൾ അങ്ങനെ ഒരു ആശാരി തെയ്യനെ ആദരിച്ചിരുന്നു. പക്ഷെ അത് അതുപോലെയുള്ള പല ആശാരിമാരും ഈ നമ്മുടെ രാമനാട്ടുകര ഏരിയയിൽ ഒരാളുണ്ട്, ഈ ചെമ്മാട് ഭാഗത്തുണ്ട്, ഒരുപാട് പേര്. അവരിന്നും നമ്മളെക്കാളും കൃത്യമായിട്ട് 6 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ മമ്പുറത്ത് വന്ന് ജാറം മൂടിയിട്ട് ആ പഴയ ബന്ധം നിലനിർത്തുന്ന ഒരു ട്രഡീഷൻ. അപ്പോൾ ഒരു ജാതീയ അല്ലെങ്കിൽ മത പരികൽപ്പനകൾക്കപ്പുറത്ത് മമ്പുറന്തങ്ങന്മാർ ഒരു നാടിൻ്റെ പൊതു ലീഡർഷിപ്പായിരുന്നു എന്ന് കൃത്യമായിട്ട്. ഏറ്റവും രസകരമായി തോന്നി, ഞാൻ നേരത്തെ സംസാരിച്ച താനാളൂർ ഭാഗത്ത് പോയപ്പോൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാളപൂട്ട് മത്സരമുണ്ട്. ഈ കാളപൂട്ട് മത്സരത്തിന് കണ്ടം നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരിതാണ്. ഈ കണ്ടത്തിന് കുറ്റിയടിച്ചത് മമ്പുറന്തങ്ങളായിരുന്നു എന്നുള്ളത് ഇന്നും ആ നാട്ടിൽ പോയാൽ പ്രായം ചെന്ന ആളുകൾ പറയും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കും, ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ലീഡർഷിപ്പ് നൽകിയ പൊതു ലീഡർഷിപ്പായിട്ട് മമ്പുറന്തങ്ങന്മാർ നമുക്ക് നൽകിയ ഒരു ട്രഡീഷൻ. ഏതായിരുന്നാലും വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള വായനകളാണ് മമ്പുറന്തങ്ങളെക്കുറിച്ച് ഈ ഒരു വേദിയിൽ ഒരു വ്യത്യസ്ത ആളുകൾ പ്രസൻറ്റ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത്തരത്തിലുള്ള ചില സുഹൃത്തുക്കളൊക്കെ തങ്ങളുടെ പല കാലടികളെക്കുറിച്ചും സാധനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ തന്നെ ഒരു 10-20ഓളം സ്ഥലത്ത് തങ്ങളുടെ കാലടിപ്പാട് എന്നുള്ളത് ഏറനാട് വള്ളുവനാട് ദേശത്തെ ഒരു പ്രധാന ഒരു വിഷയം തന്നെയാണ്. നമ്മളതിനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മമ്പുറന്തങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഹെറിറ്റേജ് സ്റ്റഡീസ് എന്നുള്ള കാലങ്ങളെ നമ്മൾ ആഗ്രഹിച്ച ഒരു സ്ഥാപനം ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് അതിൻ്റെ കീഴിലായിട്ട് മമ്പുറത്ത് തന്നെ, മമ്പുറം ഒരു വലിയൊരു ചരിത്രദേശം കൂടിയാണ്. അപ്പോൾ വരുന്ന ആളുകൾക്ക് ചരിത്രത്തെ മനസ്സിലാക്കാനും മമ്പുറന്തങ്ങളുടെ ശേഷിപ്പുകളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും സയ്യിദുമാരുടെ ശേഷിപ്പുകളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും അതിൻ്റെ ഒരു റിസോഴ്സ് ഹബ്ബായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ കേന്ദ്രത്തെ വളർത്തണം. അതിന് നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പിന്തുണ ആവശ്യപ്പെടുന്നു. തങ്ങളെക്കുറിച്ച് എവിടെ എങ്ങനെയൊക്കെയുള്ള ശേഷിപ്പുകളുണ്ടോ, അടയാളങ്ങളുണ്ടോ, കഥകളുണ്ടോ, പാട്ടുകളുണ്ടോ, അതൊക്കെ പോയിട്ട് വീഡിയോഗ്രാഫി ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഇൻഷാ അല്ലാഹ് വരും തലമുറകൾക്ക് ഇവിടെ വന്ന് ആഴത്തിൽ പഠിക്കാനും, ഒരിക്കലും പുതിയ കാലത്തെ സങ്കുചിതമായ ഹിസ്റ്ററി അല്ല, മറിച്ച് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മഹാചരിത്രം നമുക്കുണ്ടായിരുന്നുവെന്നും കഴിഞ്ഞ 200 വർഷത്തെ കൃത്യമായിട്ട് നിർണയിച്ച ജീവനോടെയുള്ള മരണാനന്തരത്തിന് ശേഷവുമുള്ള ഒരു മമ്പുറന്തങ്ങൾ ഇന്നും നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുമുള്ള ആ ഒരു പരിസരത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഈ ചരിത്രരേഖകളെ കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങളുടെ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ എവിടെയെങ്കിലും കാലടികളോ ശേഷിപ്പുകളോ ചരിത്രങ്ങളോ പാട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതുമായിട്ട് പങ്കുവെക്കണം, നമ്മളുമായിട്ട് പങ്കുവെക്കണം. ഇൻഷാ അല്ലാഹ് ചരിത്രത്തെ നമുക്ക് ക്രോഡീകരിക്കണം.